السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يكن لم يشأ. لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله العلي العظيم. من أحدث فيها حدثا أو آوى محدثا فعليه لعنة الله والملائكة والناس أجمعين لا يقبل منه صرف ولا عدل أو كما قال شفيعنا رسول الله. تقوى الإله مدار كل سعادتي واتباع أهواء رأس شر حبائلا. إن الطريق شريعة وطريقة وحقيقة فاسمع لها ما مثلا. فشريعة كسفينة وطريقة كالبحر ثم حقيقة در غلا. فشريعة أخذ بدين الخالق وقيامه بالأمر والنهي جلا. وطريقة أخذ بأحوتك الورع وعزيمة كرياضة متبتلا.
من رام درا للسفينة يركب ويغوص بحرا ثم درا حصلا وكذا الطريقة والحقيقة يا أخي من غير فعل شريعة لن تحصلا واعلموا أمة سيدنا محمد صلى الله عليه وسلم. ഏറ്റവും സ്നേഹാദരം ബഹുമാനം നിറഞ്ഞ ഈ ജമാഅത്തിന് സുദീർഘകാലമായി പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ആത്മീയമായ മജ്‌ലിസിന് കാരണക്കാരനായ ബഹുമാനപ്പെട്ട ഹുസൈൻ സാദി ഉസ്താദ്, വേദിയിലുള്ള ഈ ജമാഅത്തിന്റെ മുദരിസ് ഉസ്താദ്, മുനീർ സഖാഫി ഉസ്താദ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, ഈ ജമാഅത്തിന്റെ പ്രഗത്ഭരായ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി അടക്കമുള്ള നേതാക്കളുടെ ബഹുമാനികൾ, കമ്മിറ്റി ഭാരവാഹികളെ, ബഹുമാനമുള്ള മുഅ്മിനുകളെ, സഹോദരിമാരെ, ഉമ്മമാരെ, ഞാൻ ഏറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന എൻ്റെ സ്നേഹനിധികളായ മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസ് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഒരു സ്വാലിഹായ അമലായിട്ട് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ദുനിയാവിൻ്റെ എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെല്ലാവരെയും അല്ലാഹു കാത്ത് സലാമത്താകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവർ, ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഖബറടക്കപ്പെട്ടവർ, അവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമുക്ക് മരണം ഖൈറായ സമയത്ത് കാമിലായ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ചൊല്ലി സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് ഒതുവോടെ മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ. ബഹുമാനമുള്ള മുഅ്മിനുകളെ, എല്ലാ വർഷവും നടത്തിക്കൊണ്ടുവരുന്ന ദിക്ർ ഹൽഖ വാർഷിക പരിപാടിയുടെ ഭാഗമായി നടത്തപ്പെടുന്ന 4ാമത്തെ ദിവസത്തിന്റെ വഅദ് പരിപാടിയാണ്. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയുമ്പോൾ ആർക്കും ബേജാറാവാറില്ല. ഞമ്മയിപ്പോൾ ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഓണെൻ്റെ അടിമ, ഓനെൻ്റെ പണിക്കാരന്, അല്ലെങ്കിൽ എൻ്റെ ഡ്രൈവർ ഓണ് എന്ന് പറയുമ്പോൾ ഒരു 10 ആൾ നടുവിൽ അയാൾക്കൊരു ക്ഷേമാവും. അയാളെ നമ്മളൊന്നൊരു ചെറുതാക്കിയത് പോയി അയാൾക്കൊരു ബേജാറാവും. അല്ലെ, ഇപ്പോൾ വലിയൊരാളായി ഒരാള് വലിയ കച്ചവടക്കാരന് വലിയ നല്ല ഉഷാറിലായി വലിയൊരു അവസ്ഥയിലേക്ക് എത്തി. ഓൻ പണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളായിരിക്കും. അപ്പൊ ഓനെ സംബന്ധിച്ച് നമ്മൾ വലിയൊരു സദസ്സിലൊരു പരിപാടിയിൽ പണ്ട് നമ്മുടെ തോട്ടത്തെ വെള്ളമൊഴിച്ചുകൊണ്ടായി എന്ന് പറയുമ്പോൾ അയാളൊരു അപമാനിക്കൽ പോലെ, അയാൾക്കും അതൊരു വലിയ ക്ഷേമാവും. ചിലപ്പോൾ അയാൾക്ക് ദേഷ്യം വരാനും അത് കാരണമാകും. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുന്നത് വലിയ അഭിമാനമാണ്. അത് വലിയ അഭിമാനം. അതിനൊരു ഉദാഹരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾ നോക്കി, വലിയൊരു രാഷ്ട്രീയക്കാരനെ വന്നെന്ന് വിചാരിച്ചു, ഒരു MLA അല്ലെങ്കിൽ ഒരു MP നമ്മുടെ നാട്ടിലൊരു പരിപാടിക്ക് വന്ന സമയത്ത് സംഘാടകന്മാരിൽ പലരും അയാളുടെ അടുത്ത് ഇരുന്നിട്ടും നിന്നിട്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ ആവശ്യപ്പെടും. എന്തേ? വലിയ ഒരാളല്ലേ, അയാളുടെ അടുത്തൊന്നും നിൽക്കാനൊരു അവസരം കിട്ടിയാൽ അത് ജീവിതത്തിൽ എന്തോ ഒരു വലിയ ഒരു കാര്യം നേടിയതുപോലെ ആരും ചിലപ്പോൾ ആഗ്രഹിച്ചു പോകും. ആ ആള് പലരും ഇങ്ങനെ അയാളുടെ അടുത്ത് നിൽക്കാനും ഇരിക്കാനും താല്പര്യം കാണിക്കുന്ന സമയത്ത് അയാൾ സദസ്സിലുള്ള ഏതെങ്കിലും ഒരാളെ കാണിച്ചിട്ട് അയാൾ നമ്മുടെ സ്വന്തം ആളാണെന്ന് പറഞ്ഞാൽ ആ സദസ്സിൽ ഏറ്റവും വലിയ ഒരാളായിട്ട് മാറും ആ പറഞ്ഞ ഈ വലിയ രാഷ്ട്രീയക്കാരൻ, വലിയൊരു നേതാവ്, അയാൾ എന്റെ സ്വന്തം ആളാണ്, അയാൾ എന്റെ ആളാണെന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട ആൾക്ക് അതൊരു വലിയ അഭിമാനമാവും. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, എന്നെ എല്ലാവരും ശ്രദ്ധിച്ചോ ഇല്ലേ, ഞാൻ ആള്. അല്ലെ ചിലപ്പോ ഒന്ന് എണീച്ചിട്ട് ഇങ്ങനെ കൈപൊക്കി കാണിക്കും. സ്വാഗതം പറയുമ്പോ നമ്മൾ ചില സദസ്സിൽ കാണുന്നില്ലേ, ഒരാൾക്ക് സ്വാഗതം പറയുമ്പോൾ അയാൾ ഇങ്ങനെ എണീച്ചിട്ട് മെല്ലെ ഒന്ന് കൈപൊക്കി കാണിക്കും, ഇയാള് ഞാൻ തന്നെയാണ്. അപ്പൊ ഒരു സ്ഥാനം കിട്ടുമ്പോൾ നമുക്ക് വലിയൊരു അഭിമാനം, സന്തോഷം.
എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ അടിമ എന്ന് പറയുന്നത് അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ അടിമ എന്ന് പറയുന്നത് വലിയ അഭിമാനമാണ്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു, ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ പോരിശ മുതഅല്ലിമീങ്ങൾക്ക് അറിയാം. ആ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്, എന്റെ ഷറഫ്, എന്റെ ശ്രേഷ്ഠത, എന്റെ ബഹുമാനം ഏറി എനിക്കുള്ളതായ സ്ഥാനം ഇങ്ങനെ മേലെ പോയി അവസാനം ഥുറയ്യ എന്ന നക്ഷത്രത്തിനെ എന്റെ കാൽ തുമ്പിൽ, എന്റെ കാലിലെ വിരലിന്റെ അടിയിലാക്കി ചവിട്ടി നിൽക്കാൻ മാത്രം ഞാൻ ഉയർന്നാലും, അത്രമാത്രം ഞാൻ പൊന്തിയാൽ, വാനോളം പൊന്തിച്ചെന്ന് പറയുന്നില്ലേ, അങ്ങനെ വാനോളം അതിലേറെ പൊന്തിയാലും അതിനേക്കാളും എന്നെ ശ്രേഷ്ഠമാക്കിയ സംഗതി അള്ളാഹുവിന്റെ അടിമ എന്നതിൽ ഞാൻ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. ദുനിയാവിൽ എത്ര വലിയ സ്ഥാനം കിട്ടിയാലും, ദുനിയാവിൽ എത്ര വലിയ പോരിശവന് ലഭിച്ചാലും അതിനേക്കാളും വലിയ പോരിശ എനിക്ക് അല്ലാഹു അവന്റെ അടിമകളിൽ എന്നെ പെടുത്തി എന്നുള്ളത് ദുഖൂലി തഹത ഖൗലിക യാ ഇബാദി വഅൻ സയ്യർത അഹ്മദ ലീ നബിയാ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് ദുനിയാവിൽ ലഭിക്കുന്ന എല്ലാ സ്ഥാനമാനങ്ങളെക്കാളും ദുനിയാവിൽ എന്റെ സ്ഥാനം എത്രമാത്രം ആകാശത്തിലുള്ള സുറയ്യ എന്ന നക്ഷത്രത്തിനെ എന്റെ കാൽ തുമ്പിലാക്കി അതിനെ ചവിട്ടി നിൽക്കോളം എന്റെ സ്ഥാനം ഉയർന്നാലും അതിലേറെ എനിക്ക് ഷറഫുണ്ടാക്കിയത് അല്ലാഹുവിന്റെ അടിമകളെ എന്ന് വിളിക്കുമ്പോൾ, അല്ലാഹു അവന്റെ അടിമകളെ എന്ന് വിളിക്കുമ്പോൾ ആ അടിമകളുടെ കൂട്ടത്തിൽ ഞാനും പെടുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അതിന്റെ കൂടെ അല്ലാഹുവിന്റെ റസൂൽ അവസാനത്തെ പ്രവാചകനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിയാകാറുള്ള ഭാഗ്യം ലഭിച്ചതും അതിനേക്കാളും എനിക്ക് ദുനിയാവിൽ ഒരു പോരിശയും ഇല്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹനെ കണ്ടവരില്ലല്ലോ, അല്ലാഹുവിനെ കണ്ട ഒരൊറ്റ മുഅ്മിനീങ്ങളുമില്ലല്ലോ. അല്ലാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് അർഹതയുണ്ടെങ്കിലും, അല്ലാഹനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണെങ്കിൽ പോലും അല്ലാഹനെ ദുനിയാവിൽ ഒരു മനുഷ്യനും കാണാൻ കഴിയുകയില്ല. അല്ലാഹനെ കണ്ടവരില്ല, ഒരൊറ്റ മലക്കിന് പോലും അല്ലാഹുവിനെ കാണാൻ സാധിച്ചിട്ടില്ല. അതല്ല മുഖറബുൽ അംലാക്കായ മലക്ക് ജിബ്രീൽ ഇസ്രായിന്റെ രാത്രിയിൽ 7ാമത്തെ ആകാശത്തിന്റെ വാതിലിന്റെ അരികിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖാഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ. ഇതിന്റെ അപ്പുറം വരാനുള്ള അവകാശം എനിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ മലായികങ്ങളിൽ ഏറ്റവും മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാം പോലും അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് വരാൻ എന്നെ കൊണ്ട് സാധിക്കൂല നബിയേ. ഹബീബായ തങ്ങൾ പേടിക്കേണ്ടതില്ല നബിയേ, അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് ധൈര്യത്തോടെ പോയിക്കോളൂ നബിയേ. അതിനു മുമ്പ് ഒരൊറ്റ പ്രവാചകൻ പോലും അല്ലാഹുവിനെ കണ്ടിട്ടില്ല. അല്ലാഹനെ കണ്ട മലക്കുകളില്ല, ഒരു മലക്കിനും അല്ലാഹുവിനെ കാണാൻ സാധിക്കുന്നതല്ല. ഒരൊറ്റ നബിമാർക്ക് പോലും അല്ലാഹുവിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വലിയന് പോലും അല്ലാഹുവിനെ കാണാൻ ഇന്നേ വരേക്കും കഴിഞ്ഞിട്ടില്ല. അല്ലാഹനെ സ്നേഹിച്ച് 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 ആശിഖീങ്ങളായി ഭ്രാന്ത് പിടിച്ച ഔലിയാക്കന്മാരുണ്ട്. പക്ഷെ അല്ലാഹനെ കണ്ട വലിയില്ല, അല്ലാഹനെ കണ്ട ഒരു വലിയുമില്ല. എന്നാൽ അല്ലാഹുവിനോട് നേരിട്ട് മുനാജാത്ത് ചെയ്ത സംസാരിച്ച പ്രവാചകരുണ്ട്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. മറ്റുള്ള പ്രവാചകനെ പോലെയല്ലല്ലോ മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബിന്റെ പേര് പറയുന്ന സമയത്ത് തന്നെ പറയാറുള്ളത് കലീമുല്ലാഹി മൂസ, അല്ലാഹുവിനോട് സംസാരിച്ച പ്രവാചകനാൻ.
മറ്റുള്ള പ്രവാചകന്മാർക്ക് ജിബ്രീൽ മുഖേന വഹയിലൂടെയാ സംസാരം. എന്നാ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ചു. ആ സംസാരിച്ച മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിനെ കാണാൻ ആവശ്യപ്പെട്ടു. പടച്ചവനെ, നിന്റെ സംസാരം ഇങ്ങനെ കേട്ടു നിൽക്കുമ്പോൾ നിന്നെ ഒന്നെനിക്ക് കാണേണ്ടതുണ്ട് അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, മൂസാ നബിയേ, നിങ്ങൾക്കൊരിക്കലും എന്നെ കാണാൻ സാധിക്കൂല, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുകയില്ല മൂസാ നബിയേ. അലലൻ തറാനീ, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല മൂസാ നബിയേ. സുബ്ഹാനല്ലാഹ്. എത്ര കാലമായി സുജൂദ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ കേസി റോഡ് പള്ളിയിൽ വെച്ച് 40 വർഷത്തിലേറെ സുജൂദ് ചെയ്തവരുണ്ടല്ലോ, 50 വർഷത്തോളം ഇവിടെ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തവരുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ഈ പള്ളി തുടങ്ങിയത് മുതൽ ഇന്നേ വരേക്കും ഈ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നവരുണ്ടല്ലോ, പാതിരാത്രിക്ക് തഹജ്ജുദ് പോലും നിസ്കരിക്കുന്നവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്കാരത്തിന് കൈകെട്ടി നിൽക്കുന്നവർ. വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. ഇന്ന സ്വലാത്തി വനുസുകി, ഇന്ന സ്വലാത്തി വനുസുകി, എന്റെ നിസ്കാരവും എന്റെ എല്ലാ ഇബാദത്തും അല്ലാഹുവിനെ സമർപ്പിക്കുന്നു, അല്ലാഹുവിനെ മാത്രമാണെന്ന് പറയുന്നവർ, അല്ലാഹുവിന്റെ നേർക്ക് നേരെയാ നിൽക്കുന്നത്. വജ്ജഹതു വജ്ഹിയ ലില്ലദീ, അല്ലാഹുവിന്റെ മുമ്പിൽ എന്റെ ശരീരത്തിനെ ഞാൻ നിർത്തിവെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ മുമ്പിലാണ് ഈ നൃത്തം. ഒരു പോലീസിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഇത്ര ഭയപ്പാടോടെ നിന്നതില്ല. ഒരു കോടതിയിൽ വിധി നൽകുന്ന ജഡ്ജിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഇത്ര പേടിച്ചതില്ല. എന്നാൽ അല്ലാഹുവിന്റെ മുമ്പിൽ എത്ര പേടിയോടെ ഭയപ്പാടോടെ നിൽക്കുന്ന ഒരു മോമിനായ മനുഷ്യന് ഇന്നേ വരേക്കും അല്ലാഹുവിനെ കണ്ടിട്ടില്ല. മൂസാ നബി അങ്ങനെയുള്ള അല്ലാഹുവിനോട് നേരിട്ട് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ അല്ലാഹുവിനെ കാണാൻ ആവശ്യപ്പെട്ടെങ്കിലും അല്ലാഹ് പറയുകയാണ്, കാണാൻ കഴിയൂല നബിയേ. സുബ്ഹാനല്ലാഹ്. മൂസാ നബിയുടെ ആഗ്രഹം വല്ലാതെ കൂടുകയാ. അവസാനം മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു അത്രേ, പടച്ചവനെ, എന്നെ കൊണ്ട് കാണാൻ കഴിയുന്ന വിധത്തിൽ കണ്ടോളാമല്ലാ. നിന്നെ കാണാനുള്ള കാഴ്ച എനിക്ക് നൽകണേ അല്ലാ, നിന്നെ കാണാനുള്ള കഴിവ് എനിക്ക് നൽകണേ അല്ലാ. സുബ്ഹാനല്ലാഹ്. വലിയ പർവ്വതമായ സുബൈർ എന്ന് പറയുന്ന പർവ്വതം, സുബൈർ എന്ന് പറയുന്ന ജബൽ സുബൈർ എന്നറിയപ്പെടുന്ന പർവ്വതം, വലിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് അല്ലാഹ് കാണിച്ചു കൊടുക്കുകയാണ് മൂസാ നബിയോട്. ആ പർവ്വതത്തിലേക്ക് നോക്കും മൂസാ നബിയേ, എന്നിട്ട് നോക്കി നിൽക്കാൻ കഴിഞ്ഞാൽ എന്നെ നിങ്ങൾക്ക് കാണാം നബിയേ. അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞാൽ എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് നബിയേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ നൂർ, അല്ലാഹുവിന്റെ പ്രകാശം, അല്ലാഹ് സൃഷ്ടിച്ച സൂര്യനെ പോലും നോക്കി നിൽക്കാൻ നമുക്ക് കഴിയൂല. ആ സൂര്യനെ പടച്ച റബ്ബിന്റെ പ്രകാശത്തിലേക്ക് എങ്ങനെയാ നോക്കി നിൽക്കാൻ കഴിയുക? അല്ലാഹുവിന്റെ നൂർ ചെറിയ ഒരു സൂചിന്റെ മുനയുള്ളത്ര ഒരു സൂചി കുത്തുമ്പോൾ എത്ര സ്ഥലമാണോ സൂചിയുടെ മുന കൊണ്ട് നിൽക്കുന്നത്, അങ്ങനെയുള്ള ചെറിയ ഒരു പ്രകാശത്തിന്റെ ഒരു അണുമണി തൂക്കം ആ സുബൈർ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മേലെ തജല്ലിയായപ്പോൾ പർവ്വതം അങ്ങ് തരിപ്പണമായി പോയി. മൂസാ നബി ബോധം കെട്ടുപോയി. അല്ലാഹുവിന്റെ പ്രകാശം കണ്ടു നിൽക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ നൂറിന്റെ ചെറിയ ഒരംശം ആ പർവ്വതത്തിന്റെ മേലെ തജല്ലിയായപ്പോൾ മൂസാ നബി ബോധം കെട്ടു വീണു. സുബ്ഹാനല്ലാഹ്. ഒരു പ്രവാചകന് പോലും അല്ലാഹുവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്രമാത്രം വലിയ സ്ഥാനമുള്ള മൂസാ നബിക്ക് പോലും അല്ലാഹുവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അല്ലാഹുവിനെ നേരിട്ട് കണ്ട നേതാവ് ആരെന്നറിയുമോ? ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഹബീബായ മുഹമ്മദ് മുസ്തഫ
ലാദാതുഹു അഹദു യറാഹു വലം യസിർ മൂസാ യറാബൽ ബിന്ദിഖാഖിൻ തൂരിഖർ ലകി യറാഹുൽ മുസ്തഫാ ഖൈറുൽ ബശാർ വലദൽ ഇമ്മതി ഖദ് അതാ ഫീഹി നഗാർ. പ്രവാചകന് പോലും നോക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ നേരിൽ നിന്നുകൊണ്ട് മുനാജാത്ത് ചെയ്ത നേതാവ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രമാത്രം വലിയ സ്ഥാനമാണ്. അള്ളാഹനെ നേരിട്ട് കണ്ടത് അതിൽ അത്തഹിയ്യാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ്. അള്ളാഹനെ കണ്ടപ്പോ ആദ്യം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ് അള്ളാഹനെ കണ്ടപ്പോ പറയേണ്ടത്? സുബ്ഹാനല്ലാഹ്. ഞമ്മാനെങ്കിലും ആരെങ്കിലും കണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് കൈ കൊടുക്കും. അള്ളാഹിനോട് ഇപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ കഴിയും? എന്താ അള്ളാഹുവിനോട് നേരിട്ട് കണ്ടപ്പോ പറയേണ്ടത്? ഹബീബായ തങ്ങൾ പറഞ്ഞു അത്തഹിയ്യാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ്. ഉടനെ അല്ലാഹു തിരിച്ചും പറഞ്ഞു ഹബീബ റസൂലുള്ളാഹി തങ്ങൾക്ക് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ നബിയായിട്ടുള്ളവരെ അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ട്, അല്ലാഹുവിന്റെ രക്ഷ കാവല് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ നോക്ക്, അവിടെ റസൂലുള്ളാഹി തങ്ങളുടെ പേരല്ല അല്ലാഹു പറയുന്നത്, അയ്യുഹൻ നബിയ്യു, പ്രവാചകരായിട്ടുള്ളവരെ. ഖുർആനിൽ നിങ്ങൾ നോക്ക്, എത്രമാത്രം സ്ഥലത്ത് മൂസാ നബിയുടെ പേരുണ്ട്. മൂസ 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 100-ലേറെ പ്രാവശ്യം ഖുർആനിൽ മൂസാ നബിയുടെ പേരുണ്ട്. ഈസാ നബിയുടെ പേരുണ്ട്. യാ ഈസ എന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ട്. യാ മൂസ എന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ട്. യാ നൂഹ് എന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ട്. യാ സക്കരിയ എന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. യാ ഇബ്രാഹിം, അല്ലാഹുവിന്റെ ഖലീൽ എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലും അല്ലാഹു വിളിക്കുന്നത് യാ ഇബ്രാഹിം. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരൊറ്റ പ്രാവശ്യം പോലും അല്ലാഹു യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. പകരം വിളിക്കുന്നത് യാ അയ്യുഹൻ നബിയ്യു, ഓ പ്രവാചകരായിട്ടുള്ളവരെ, നബിയായിട്ടുള്ളവരെ. യാ അയ്യുഹർ റസൂൽ, ഓ റസൂലായിട്ടുള്ളവരെ. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. സുബ്ഹാനല്ലാഹ്. എത്രമാത്രം ബഹുമാനമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ. ആ ബഹുമാനമുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു മിഹ്റാജിന്റെ ഇസ്റാഇന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയി അല്ലാഹുവിന്റെ മുമ്പിൽ നിർത്തിയും കൊണ്ട് നേരിട്ട് കൊണ്ട് മുനാജാത്ത് ചെയ്തപ്പോൾ, സംസാരിച്ചപ്പോൾ, അത്രമാത്രം ബഹുമാനമുള്ള, അത്രമാത്രം സ്ഥാനമാനമുള്ള ആ റസൂലുള്ളാഹി തങ്ങളെ അല്ലാഹു ഇസ്റാഇന്റെ രാത്രിയിൽ കൊണ്ടുപോയ സംഭവം പരിശുദ്ധ ഖുർആനിൽ പറയുമ്പോൾ അല്ലാഹു സൂറത്തുൽ ഇസ്റാഇന്റെ 1-ാമത്തെ ആയത്തിൽ എങ്ങനെയാ പറയുന്നത് എന്നറിയുമോ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. ഇത്രമാത്രം വലിയ മഹത്വമുള്ള സംഗതി അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയ സംഭവം. അതിനെ പറയുമ്പോൾ ഖുർആൻ പറഞ്ഞത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. സുബ്ഹാനല്ലദീ, അല്ലാഹു പരിശുദ്ധനാണ്. എങ്ങനെയുള്ള അല്ലാഹു പരിശുദ്ധൻ? അസ്റാ ബിഅബ്ദിഹി, അവന്റെ അടിമയെ രാത്രിയിൽ കൊണ്ടുപോയി അല്ലാഹുവിന്റെ മുമ്പിലേക്ക്. ബഹുമാനമുള്ള നബി തങ്ങൾ എന്നല്ല പറഞ്ഞത്, അവന്റെ അടിമയെ, അവന്റെ അടിമയെ, അല്ലാഹുവിന്റെ അടിമയെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്രമാത്രം മഹത്വമുള്ള സംഗതി വിശദീകരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ അവിടെ പറഞ്ഞത് അല്ലാഹുവിന്റെ അടിമയാകുന്ന അല്ലാഹുവിന്റെ റസൂൽ. അതാ എന്റെ ഈമാനുള്ളവരെ ഞാൻ പറഞ്ഞു വന്നത്, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനമുണ്ടാകുന്ന
കാര്യം അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുമ്പോഴാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീരിൽ എഴുതുകയാണ്, ലൗ കാന ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മുൻ അശറഫു മിൻഹു ലസമ്മാഹു ബിഹി ഫീ തിൽകൽ ഹാലത്തിൽ അലിയാ. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുന്നതിനേക്കാളും ശ്രേഷ്ഠമായ മറ്റൊരു പേരെങ്കാലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രമാത്രം ബഹുമാനമുള്ള സന്ദർഭത്തിന് പറയുമ്പോൾ ആ ബഹുമാനമുള്ള പേര് അള്ളാഹു പറയുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന് പോലും അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുന്നതിനേക്കാളും ശ്രേഷ്ഠമായ മറ്റൊരു പേരില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രിക്ക് തഹജ്ജുദ് നിസ്കരിച്ച് നമ്മുടെ പോലത്തെ നിസ്കാരമല്ലല്ലോ, സുബ്ഹാനല്ലാഹ്, നമുക്ക് ഫർദ് നിസ്കരിക്കാൻ തന്നെ സമയമില്ലല്ലോ. ഫർദ് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുമ്പോൾ മാത്രമാണ് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുള്ളത്. എന്നാൽ ഒരാൾ ഒറ്റയ്ക്ക് ഫർദ് നിസ്കരിക്കുമ്പോൾ സൂറത്ത് ഓതാനുള്ള സമയമില്ല. അഥവാ ഇനി ഓതിയാലും ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന ഒരാൾ ഫർദ് നിസ്കരിക്കുമ്പോൾ എന്റെ ഈമാനുള്ള സഹോദരിമാരെ, ഫർദ് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ? എന്നാൽ ഫർദ് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ടെങ്കിൽ ആ ഫർദ് നിസ്കാരത്തിൽ ആദ്യത്തെ 2 റക്അത്തിലെ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് സുന്നത്തുണ്ടല്ലോ, സൂറത്ത് ഓതാറുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഇന്ന് നിസ്കാരത്തിലുള്ള ശ്രദ്ധ കുറവാണ്. പലരും ഇന്ന് സിയാറത്തിന്റെ പേര് പറഞ്ഞു പോകുന്ന യാത്രയിൽ നിസ്കാരം ഖദാണ്. സുബ്ഹാനല്ലാഹ്, നിസ്കാരം ഖദാ ആക്കിയിട്ടുള്ള ഒരു യാത്രയും പാടുള്ളതല്ലല്ലോ. നിസ്കാരം ഖദാ ആക്കിയിട്ടുള്ള യാത്രക്ക് അല്ലാഹുവിന്റെ സമ്മതമില്ലല്ലോ. നീ അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന ഹജ്ജ് നോക്ക്, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. അല്ലാഹുവിന് നീ ചെയ്യുന്ന ഹജ്ജ് പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഒരാൾ ഹജ്ജ് ചെയ്തതെങ്കാലും അല്ലാഹു കബൂലാക്കിയാൽ ഹജ്ജ് ചെയ്ത് മടങ്ങി വരുന്നത് എങ്ങനെയെന്നറിയുമോ? ഒരു ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ചെറുതായ ഒരു കുഞ്ഞ് പുറപ്പെട്ടു വരുമ്പോൾ, ഒരു ഉമ്മ പ്രസവിക്കുമ്പോൾ ആ പ്രസവത്തിലൂടെ പുറത്തേക്ക് ലോകത്തേക്ക് വന്ന കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ഹറാമ് ചെയ്ത കുറ്റമുണ്ടോ? കറാഹത്ത് ചെയ്ത കുറ്റമുണ്ടോ? ഒന്നുമില്ലാത്ത പരിശുദ്ധമായ അവസ്ഥയിലാണല്ലോ ഉമ്മാടെ പള്ളയിൽ നിന്ന് വരുന്നത്. ആ കുഞ്ഞിനെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരാളുടെ ഹജ്ജ് അല്ലാഹുവിന് വേണ്ടിയാണെങ്കിൽ, ഒരാൾ പരിശുദ്ധ കഅബാലയത്തിൽ പോയത് അല്ലാഹുവിന് വേണ്ടിയാണെങ്കിൽ, അല്ലാഹു സ്വീകരിക്കുന്ന തരത്തിൽ ഹജ്ജ് ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞാൽ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് വന്ന പരിശുദ്ധമായ കുഞ്ഞിനെ പോലെയാണ്. സുബ്ഹാനല്ലാഹ്, അത്രമാത്രം പോരിശയുള്ള ഹജ്ജ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിർബന്ധമാണ്. കഴിവുള്ള ഒരു മുഅ്മിനായ മനുഷ്യന് ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിർബന്ധമാണ്. എന്നാൽ ആ ഹജ്ജിന് പോകുന്ന സഫറുണ്ടല്ലോ, യാത്രയുണ്ടല്ലോ, ഹജ്ജ് കഴിഞ്ഞ് 2ാമത് നാട്ടിലേക്ക് വരുന്ന സഫറുണ്ടല്ലോ, ഹജ്ജിൽ പ്രവേശിച്ചതിന്റെ ശേഷമല്ല, ഹജ്ജിന് ഇഹ്റാം കെട്ടിയതിന്റെ ശേഷമല്ല ഞാൻ പറഞ്ഞത്. ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്ന യാത്രയുണ്ടല്ലോ, 2ാമത് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന യാത്രയുണ്ടല്ലോ, ആ യാത്രയിൽ ഏതെങ്കിലും ഒരു വഖത്ത് നിസ്കാരം ഖദാ ആകുന്നു എന്ന് തോന്നിയാൽ അവന് ഹജ്ജ് നിർബന്ധമില്ല. പുതിയൊരു മസലയായിട്ട് തോന്നി. ഹജ്ജിന് പോകുന്ന യാത്രയിൽ, ഹജ്ജിന് എത്തിയിട്ട് ഹജ്ജ് കർമ്മം തുടങ്ങിയതിന്റെ പിറകല്ല, ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്ന സഫർ, ഹജ്ജ് കഴിഞ്ഞ് 2ാമത് നാട്ടിലേക്ക് വരുന്ന സഫർ, ഈ സഫറിൽ ഒരു വഖത്ത് നിസ്കാരം ഖദാ ആകുമെന്ന് നിനക്ക് ധാരണയുണ്ടെങ്കിൽ അവന് ഹജ്ജ് നിർബന്ധമില്ല.
അതിന്റെ പേരിൽ ഒരാൾ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ പടച്ചവനെ നാളെ മഹ്ശറിൽ ചോദിക്കുമ്പോൾ എന്തേ നീ ഹജ്ജ് ചെയ്യാത്തത്? ധാരാളം സമ്പത്തുണ്ടായി, നല്ല ആരോഗ്യമുണ്ടായി, എന്തേ നീ ഹജ്ജ് ചെയ്യാത്തത്? പടച്ചവനെ ഹജ്ജിന് വേണ്ടി പോകുന്ന യാത്രയിൽ എന്റെ നിസ്കാരം ഖദാ ആകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ഹജ്ജിന് പോയില്ല എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ മുമ്പിൽ ഉദറാൻ. നിസ്കാരം തമാശല്ലല്ലോ, നിസ്കാരം തമാശല്ലല്ലോ. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സാധാരണ ഈ നിസ്കരിക്കാൻ ഇല്ലാത്ത സമയം ഉണ്ടാവും. ചിലപ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഈ മാസക്കുള്ളി ആയപ്പോ മെൻസസിന്റെ സമയത്ത് നിസ്കരിക്കാനില്ല. ആ നിസ്കാരം ഖദാ വീട്ടേണ്ടതുമില്ല. എന്നാൽ ഈ മെൻസസ് എപ്പോഴാണോ നിങ്ങൾക്ക് സ്റ്റോപ്പായത്, അസറിന്റെ സമയത്ത് നിന്ന് വെച്ചു, അസറിന്റെ സമയത്താണ് മെൻസസ് സ്റ്റോപ്പായത്. അനിർബന്ധമായ കുളിച്ച് ശുദ്ധിയായി ഉതുവെടുത്ത് അസർ നിസ്കരിക്കാനുള്ള സമയം ചെറിയ തരത്തിലുള്ള സമയമുണ്ടെങ്കിൽ അസർ നിസ്കരിക്കണം. അതിന്റെ കൂടെ അസറിന്റെ കൂടെ സാധാരണ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ജംആക്കുന്നുണ്ടെങ്കിൽ ദുഹുറിനെയും അസറിനെയും ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതിന്റെ തൊട്ടു മുമ്പുള്ള ദുഹുറിനെയും അതിന്റെ കൂടെ നിസ്കരിക്കേണ്ടതാണ്, ഖദാ വീട്ടേണ്ടതാണ്. ഇതാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും? ശ്രദ്ധിച്ചവരുണ്ടാവും. അസർ നിസ്കാരത്തിന്റെ സമയത്ത് കുളി നിർബന്ധമായി. ആ അശുദ്ധിയിൽ നിന്ന് നിങ്ങൾ ശുദ്ധിയാകാൻ പോകുന്നുണ്ട്. എന്നാൽ അസർ നിസ്കരിക്കുന്നതോടൊപ്പം അതിന്റെ മുമ്പുള്ള ദുഹുറിനെയും ഖദാ വീട്ടേണ്ടതാണ്. ഇശാ നിസ്കാരത്തിന്റെ വഖത്തിലാണ് ശുദ്ധിയായത്. എന്നാൽ ഇശാ നിസ്കരിക്കലോടൊപ്പം അതിന്റെ തൊട്ടു മുമ്പുള്ള മഗ്രിബ് അതിനെയും ഖദാ വീട്ടണം. എന്തേ കാരണം? ഈ മഗ്രിബ് എന്നുള്ളതിനെ ഇശാന്റെ കൂടെ ജംആക്കാൻ പറ്റും. യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇശാന്റെ വഖത്തിൽ തന്നെ മഗ്രിബിന് നിസ്കരിക്കാൻ പറ്റൂലേ? ഇശാന്റെ വഖത്തിൽ മഗ്രിബ് നിസ്കരിക്കാൻ പറ്റൂലേ? അസറിന്റെ സമയത്ത് ളുഹർ നിസ്കരിക്കാൻ പറ്റൂലേ? അതുകൊണ്ട് ആ മുമ്പുള്ള നിസ്കാരം നിങ്ങൾ നിർവഹിക്കുന്ന നിസ്കാരത്തിന്റെ കൂടെ ജംഅ് ചെയ്യപ്പെടുന്നതാണെങ്കിൽ ആ നിസ്കാരത്തിന് ഖദാ വീട്ടിയിരിക്കണം. ശരിക്കും മനസ്സിലാക്കണം. മഗ്രിബിന്റെ ശേഷം ഒരു പെണ്ണ് ശുദ്ധിയായാൽ അതിന്റെ കൂടെ അസറിനെ ഖദാ വീട്ടേണ്ടതില്ല. എന്തേ കാരണം? ഈ അസർ മഗ്രിബിന്റെ കൂടെ ജംഅ് ചെയ്യപ്പെടുന്ന നിസ്കാരമല്ല. അതുപോലെ ഒരു പെണ്ണിന് കുളി നിർബന്ധമാകുന്നത് ഹൈദ് ഉണ്ടാകുന്ന തുടങ്ങുന്നത് ളുഹർ നിസ്കരിക്കാൻ വേണ്ടി സമയമായി പള്ളിയിൽ ബാങ്ക് കേട്ടു. ഓൾക്ക് പെട്ടെന്ന് കുളിക്കാനുണ്ടെങ്കിൽ കുളിച്ചിട്ട് ഊതു കൊടുത്തിട്ട് നിസ്കാരത്തിന് കൈകെട്ടുന്നത്ര സമയം കിട്ടി. തേച്ചു നിസ്കരിക്കാനുള്ള 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും കിട്ടിയിട്ടില്ല. ശുദ്ധിയായി ഊതു കൊടുത്ത് നിസ്കാരത്തിന് കൈകെട്ടുന്നത്ര സമയം കിട്ടിയെങ്കിൽ, അല്ല ഒരു റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം കിട്ടിയെങ്കിൽ ഒരാ നിസ്കാരം നിർവഹിച്ചിരിക്കണം. ഒരു 3 മണിന്റെ സമയത്താണ് പറയുമ്പോൾ ചിലപ്പോ മസ്അലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടായി പോയാൽ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട മുദരിസ് ഉസ്താദ് അതിനെ തിരുത്തി പറയും നാളെയോ മറ്റോ. ഈ ഹൈദ് ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ വഖത്തിൽ എന്ന് വിചാരിച്ചു. അപ്പൊ ആ വഖത്തിലുള്ള നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിക്കാനുള്ള സമയമുണ്ടായിരിക്കെ നിങ്ങൾ നിസ്കാരം പിന്തിച്ചു. അസർ വരെ സമയമുണ്ടല്ലോ ളുഹർ നിസ്കരിക്കാൻ, അല്ലെങ്കിൽ അസർ മഗ്രിബ് വരെ സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ ഇശാ സുബഹി വരെ സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ മഗ്രിബ് ഇശാ വരെ സമയമുണ്ടല്ലോ. ഇങ്ങനെ പിന്തിച്ചിട്ടാകുമ്പോഴാണ് പെട്ടെന്ന് മെൻസസ് ഉണ്ടായത്. എന്നാ നീ 7 or 8 ദിവസം കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായപ്പോ ഏത് സമയത്താണോ ഈ ഹൈദ് തുടങ്ങിയത് ആ വഖത്തിന്റെ നിസ്കാരം നിസ്കരിക്കണം. അങ്ങനെ ഖദാ വീട്ടുന്നുണ്ടോ? ഇത് സുബ്ഹാനല്ലാഹ്, ചിലപ്പോ സുബഹിക്ക് കുളി നിർബന്ധമായി ഹൈദൊക്കെ നിന്നാൽ രാത്രി കുളിക്കുന്ന ആളുണ്ട്, പിറ്റേ ദിവസം കുളിക്കുന്ന ആളുണ്ട്, അല്ലേ? 2 ദിവസം കഴിഞ്ഞിട്ട് കുളിക്കുന്ന ആളുണ്ടാവും ചിലപ്പോ. വലിയ ചിന്തിക്കേണ്ടതല്ലേ? ഇവിടെ യാത്ര ചെയ്യുമ്പോഴും നിസ്കാരത്തിന് തർത്തീബാക്കണം. നമ്മിപ്പോ സാധാരണ ഏതെങ്കിലും ഒരു ടൂറിനോ അല്ലെങ്കിൽ കുടുംബക്കാരെ സന്ദർശിക്കാൻ പോകുമ്പോഴോ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഞമ്മ ചിലപ്പോൾ എന്താക്കും, രാത്രി ഇന്ന് നാഷ്ടാക്കുന്നേടെ തമ്മിൽ ചോദിക്കും. ഭർത്താവാണ് കൊണ്ടുപോകുന്നെങ്കിൽ ചോദിക്കും, ഇതാ എന്റെ ജാവുക ഇവിടെ നാഷ്ടാക്കൽ, അതിനങ്ങമ്മ ഇക്കാലത്ത് ഫാസ്റ്റ് ഫുഡിൽ നാഷ്ടാക്കിട്ടേ ബറുവ അൽഹംദുലില്ലാഹ് റാഹത്തായി അല്ലേ? അല്ലെങ്കിൽ രാവിലെ പുറപ്പെടുന്ന യാത്രയാണെങ്കിൽ ഇന്ന് ഉച്ചക്കേടെ വയ്ക്കുന്നേ, നമുക്ക് മന്തി വയ്ക്കാം, വരല് വന്നിട്ട് നീ ഉണ്ടാക്കണ്ട, സന്തോഷായി ഭാര്യ. എന്നാ ആ ഭാര്യ രാവിലെ നിങ്ങൾ പുറപ്പെടുമ്പോ നമുക്ക് ളുഹർ നിസ്കാരം ഇന്നെവിടെങ്കിൽ നിസ്കരിക്കാൻ കിട്ടുമോ?
അസറിന്റെ സമയത്താണ് യാത്ര പുറപ്പെടുന്നതെങ്കിൽ മഗ്രിബ് ഖദാ ആകാതെ നിസ്കരിക്കാൻ യാത്രയുടെ ഇടയിലെടെങ്കിലും സ്ഥലം സൗകര്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ? അങ്ങനെ ചോദിക്കണം. നിസ്കാരം ഒരൊറ്റ വഖ്ത് പോലും ആ നിസ്കാരത്തിന് പിന്തിക്കാൻ പാടുള്ളതല്ല. സുബ്ഹാനല്ലാഹ്, ആ നിസ്കാരമുണ്ടല്ലോ എൻ്റെ ഈമാനുള്ള സഹോദരിമാരെ, അല്ലാഹു നാളെ മഹ്ശറയിൽ ആദ്യമായി ഒരു മുഅ്മിനായ മനുഷ്യന്റെ തൗഹീദിനെ വിചാരണ ചെയ്തതിന്റെ ശേഷം, ഈമാനിനെ പരിശോധിച്ചതിന്റെ ശേഷം അല്ലാഹ് ആദ്യമായി വിചാരണ ചെയ്യുന്നത് അനിസ്വലാ, നിന്റെ നിസ്കാരത്തെ പറ്റിയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള നിസ്കാരത്തിൽ നല്ലോണം ശ്രദ്ധ വേണം. എന്നാൽ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ ദുനിയാവിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഈ ദുനിയാവിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതെന്നറിയുമോ? അവ്വൽ വഖത്തിലുള്ള നിസ്കാരമാണ്. എന്തെല്ലാം അല്ലാഹു തൃപ്തിപ്പെടുന്ന ഇബാദത്തുകളുണ്ട്, അല്ലാഹുക്ക് ഇഷ്ടപ്പെടുന്ന എന്തെല്ലാം അമലുകളുണ്ട് പെങ്ങന്മാരെ. എന്നാൽ അല്ലാഹുവിന്റെ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് എന്തെന്നറിയോ? അവ്വൽ വഖത്തില് ബാങ്ക് കൊടുത്ത് 1 മണിക്കൂറിന് മുമ്പ് തുടങ്ങുന്ന നിസ്കാരത്തിലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത്, സുബ്ഹി നിസ്കാരത്തിന്റെ സമയത്ത് മദീനത്തെ പള്ളിയുടെ ഇമാമായ അല്ലാഹുവിന്റെ റസൂൽ ഒരൽപ്പം പള്ളിയിലേക്ക് എത്താൻ വൈകിപ്പോയി. ഇഖാമത്തിന്റെ സമയമായി. ഒരൽപ്പം ഒരു 5-10 മിനിറ്റ് കാത്തു നിന്നാൽ റസൂലുള്ളാഹി തങ്ങൾ ഇമാമത്തിന് എത്തുമായിരുന്നു. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തെന്നറിയോ? ബിലാൽ റളിയല്ലാഹു അൻഹു അതാ ഇഖാമത്ത് കൊടുക്കുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് എല്ലാവരും നിസ്കാരത്തിന് കൈകെട്ടി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ പിന്നാലെ മഅമൂമായി നിസ്കരിച്ചു. എന്നിട്ട് സലാം വീട്ടിയ സ്വഹാബത്ത് തിരിയുമ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ മസ്ബൂഖായി എഴുന്നേറ്റ് നിൽക്കുന്നു. ലോകത്തിന്റെ നേതാവായ അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി മസ്ബൂഖായ രംഗം സ്വഹാബത്ത് കാണുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിൽക്കുന്നു. സ്വഹാബത്ത് വല്ലാതെ അങ്ങ് പേടിച്ചുപോയി. ഹബീബായ തങ്ങളോട് അദബ് കേട് കാണിച്ചവരാകുമോ എന്ന് പേടിയാണ്. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ആദരവിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോകുമോ? നബി തങ്ങളോടുള്ള അദബിനോട് ബഹുമാനത്തിന് എന്തെങ്കിലും ചതപറ്റി പോകുമോ? ഹബീബായ തങ്ങളാണല്ലോ മസ്ബൂഖായത്. സ്വഹാബത്ത് എല്ലാവരും പേടിയോടെ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ നിസ്കാരം പൂർത്തിയാക്കിയിട്ട് എന്തെങ്കിലും ഞങ്ങളെ പറയുമോ, ശപിക്കുമോ എന്ന് പേടിക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം വളരെ മനോഹരമായി പൂർത്തിയാക്കിയതിന്റെ ശേഷം സ്വഹാബത്തിനോട് പറഞ്ഞത്, സ്വഹാബ ഖദ് അഹ്സൻതും യാ സ്വഹാബ, നിങ്ങൾ ചെയ്തത് വളരെ ശരിയാണ് സ്വഹാബ, നിങ്ങൾ ചെയ്തത് വളരെ നന്നായി സ്വഹാബ. അവ്വൽ വഖത്തിലുള്ള നിസ്കാരം ഒരാൾക്ക് വേണ്ടിയും പിന്തിക്കേണ്ടതില്ല. ലോകത്തിന്റെ നേതാവ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫർദ് നിസ്കാരം മാത്രമല്ല, ആ റസൂലുള്ളാഹി തങ്ങൾ പാതിരാത്രിക്ക് തഹജ്ജുദ് നിസ്കരിക്കുന്നത് എങ്ങനെ എന്നറിയുമോ? നബി തങ്ങളെ പിന്നാലെ തഹജ്ജുദിൽ കൂടിയ സ്വഹാബികളുണ്ട്. നമ്മൾ ആരെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാറുണ്ടോ? ഇത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ പോലും 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടെങ്കിൽ പോലും ആ നിസ്കാരത്തിൽ നമ്മൾ ഓതുന്ന സൂറത്ത് ഏതാ? വെറും ഫാത്തിഹ മാത്രമാണ്. അഥവാ ഓതുന്നുണ്ടെങ്കിലും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്,
ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതൽ സുന്നത്താണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ തഹജ്ജുദ് നിസ്കാരം നിങ്ങൾ നോക്കണം. സുബ്ഹാനല്ലാഹ്. അബ്ദുറഹ്മാൻ ഒരു സ്വഹാബി പറയുകയാണ്, അബൂ അബ്ദുല്ലാഹ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, അബൂ അബ്ദുല്ലാഹ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, ഞാൻ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ തഹജ്ജുദിന് കൂടി. അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ തഹജ്ജുദിന് കൂടി. റസൂലുള്ളാഹി തങ്ങൾ സുന്ദരമായ രീതിയിൽ ഫാത്തിഹ ഓതി. എന്നിട്ട് ഹബീബായ തങ്ങൾ തുടങ്ങിയത് സൂറത്തുൽ ബഖറയാണ്. സൂറത്തുൽ ബഖറ തുടങ്ങിയ റസൂലുള്ളാഹി തഹജ്ജുദ് നിസ്കാരത്തിൽ ബഖറ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം ഒറ്റ തവണ ഒരു ഇരുത്തത്തിൽ ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും ആർക്കെങ്കിലും? മുതഅല്ലിമീങ്ങൾ ഓതിയിട്ടുണ്ടാവും. മുതഅല്ലിമീങ്ങൾ ഓതിയിട്ടുണ്ടാവും. പ്രത്യേകിച്ചും ഈ ജാമഅത്തൊക്കെ ഇട്ട സമയത്ത് നിർത്താതെ 2 മണിക്കൂറോളം ഓതുമ്പോൾ 4-5 ജുസൊക്കെ ഓതുന്ന മുതഅല്ലിമീങ്ങളുണ്ട്. അല്ലാഹു നമ്മുടെ മുതഅല്ലിമീങ്ങൾക്കൊക്കെ നാഫിആയ ഇൽമ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അല്ലാത്തവർ സാധാരണക്കാർ ബഖറ സൂറത്ത് വലിയ സൂറത്തല്ലേ, പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ 280 ചില്ലാൻ ആയത്തുകളുള്ള 50ഓളം പേജുകളുള്ള 2 ജുസ് ഉള്ളതായ സൂറത്താണ് സൂറത്തുൽ ബഖറ. ഈ ബഖറ സൂറത്തിന് ഒരു പ്രത്യേകതയുണ്ട്, സ്ത്രീകൾ മനസ്സിലാക്കണം. ബഖറ സൂറത്ത് ഓതപ്പെടുന്ന വീട്ടിൽ ശൈത്താൻ ഇറങ്ങി ഓടുന്ന, ഇന്ന ശൈത്താൻ യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. അതുകൊണ്ട് ചിലപ്പോൾ അസ്മാഇന്റെ ഇസ്മിന്റെ പണിയെടുക്കുന്ന തങ്ങന്മാരെ അടുത്തേക്കല്ല പോയെങ്കിൽ ശൈത്താന്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നിയാൽ തങ്ങൾ ചിലപ്പോൾ പറയും ബഖറ സൂറത്ത് ഓതിക്കോ പോരല്ലേ. എന്തേ കാരണം? ഒരു ശൈത്താനും നിൽക്കൂല. എത്ര വലിയ ഇഫ്രീത്ത് പോലും ഇറങ്ങി ഓടും ബഖറ സൂറത്ത് ആ വീട്ടിൽ ഓതിയാൽ. എന്നാൽ ആ ബഖറ സൂറത്ത് റസൂലുള്ളാഹി തങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിന് തുടങ്ങിയത് പിന്നീടുള്ള സ്വഹാബിക്ക് തോന്നിപ്പോയി, പടച്ചവനെ ബഖറ സൂറത്താ തുടങ്ങിയത്. വലിയ സൂറത്താണ്, 280ഓളം ആയത്ത്, 280 ചില്ലാൻ ആയത്തുകളുണ്ട്. ഒരു 100 ആയത്തെങ്കിലും ഓതാതെ റസൂലുള്ളാഹി തങ്ങൾ റുക്കുയിലേക്ക് പോകൂല. 100 ആയത്ത് ഓതുമ്പോ തന്നെ ആയില്ലടെ 10-20ഓളം പേജ്. ഒരു 100 ആയത്തെങ്കിലും ഓതാതെ നബി തങ്ങൾ റുക്കുയിലേക്ക് പോകൂല എന്ന് ബാക്കിൽ നിന്ന ആൾക്ക് പേടിയായി പോയി. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ 100 ആയത്ത് കഴിഞ്ഞതിന്റെ ശേഷം നിർത്തിയില്ല, പിന്നെ ബഖറ ഓതിക്കൊണ്ട് പോയി. അപ്പൊ ബാക്കിലുള്ള സ്വഹാബ അബൂ അബ്ദുല്ലാഹ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന് തോന്നി, ഇത് പടച്ചവനെ ഏതായാലും കൈ കെട്ടിയിട്ട് കുടുങ്ങി, ബഖറ സൂറത്ത് തീരാതെ റുക്കുയിലേക്ക് പോകൂല എന്ന് മൂപ്പർ മനസ്സിലാക്കി. ബഖറ സൂറത്ത് തീർന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോഴും റസൂലുള്ളാഹി തങ്ങൾ റുകൂയിലേക്ക് പോയില്ല. ഫഫ്തതഹ ആല ഇംറാൻ, ആല ഇംറാൻ സൂറത്ത് റസൂലുള്ളാഹി തങ്ങൾ തുടങ്ങുകയാണ്. അതും വളരെ മനോഹരമായ ശൈലിയിൽ ഓതി തീർത്തു. എന്നിട്ട് ഫഫ്തതഹ നിസാ, അതിന്റെ അപ്പുറമുള്ള സൂറത്തു നിസാ റസൂലുള്ളാഹി തങ്ങൾ തുടങ്ങി. എന്നിട്ട് എൻ്റെ ഈമാനുള്ള ഉമ്മമാരെ, ഈ 3-ാമത്തെ സൂറത്തു നിസാ എവിടെയാണോ തീരുന്നത്, റസൂൽ ഉസ്മാൻ മുസാഫ് എടുത്തു നോക്കിയാൽ ഒരുപക്ഷെ 105-ാമത്തെ പേജിലാണ് തീരുന്നത്. അഥവാ 5 ജുസ് കഴിഞ്ഞിട്ടാണ് 3-ാമത്തെ സൂറത്ത് തീരുന്നത്. ഈ 5 ജുസ് ചില്ലാന റസൂലുള്ളാഹി തങ്ങള് ഒരൊറ്റ റകഅത്തിന്റെ തഹജ്ജുദിലങ്ങ് ഓതി തീർത്തു. എന്നിട്ട് അവിടെ നിന്ന് റുകൂഇലേക്ക് പോയി. നമ്മൾ ചെയ്ത പോലത്തെ റുകൂ അല്ല. ഈ 5 സൂറത്ത് ഓതാൻ എത്ര നേരമാണ് റസൂലുള്ളാഹി തങ്ങൾ നിന്നത്? ഏകദേശം അതേ സമയത്തോളം റുകൂഇലങ്ങ് നിൽക്കുന്നു. എന്നിട്ട് സുബ്ഹാന റബ്ബിയൽ അദീം ഈ തസ്ബീഹ് അങ്ങ് ആവർത്തിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. 5 ജുസ് ഒരു റകഅത്തിൽ ഓതാൻ എത്ര നേരമാണോ വേണ്ടി വന്നത്? ഏകദേശം അതോട് അടുക്കുന്ന സമയം വരേക്കും റസൂലുള്ളാഹി തങ്ങൾ റുകൂഇൽ നിൽക്കുന്നു. അങ്ങനെ നിസ്കരിച്ച് തഹജ്ജുദ് തീരുമ്പോൾ ഹബീബായ തങ്ങളുടെ 2 കാലും അതാ നീര് കെട്ടി വീർക്കുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങളുടെ 2 കാലും അതാ വണ്ണം വെക്കുന്നു.
ഈ ബേജാറ് കണ്ട മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ തങ്ങളുടെ പ്രിയ പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ ഇത്രയേറെ പ്രയാസപ്പെടുന്നത്? എന്തിനാണ് തഹജ്ജുദിൽ ഇങ്ങനെ മാത്രം പ്രയാസപ്പെടുന്നത്? അവിടത്തെ കാല് വണ്ണം വെച്ചിട്ടുണ്ട് നബിയേ. മണിക്കൂറോളം ഒരേ നൃത്തത്തിൽ നിന്നതുകൊണ്ട് അവിടത്തെ കാല് നീര് കെട്ടി വീർക്കുന്നു നബിയേ. എന്തിനാണ് ഇത്ര മാത്രം പ്രയാസപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ, ചെറിയ സൂറത്ത് ഓതിയിട്ട് തഹജ്ജുദ് നിസ്കരിച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ആയിഷോ അഫലാ കൂനു അബദൻ ശകൂറാ, ഞാൻ അല്ലാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷോ? ഞാൻ അല്ലാഹുവിന്റെ നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠമായവരല്ല എന്നല്ല പറഞ്ഞത്, ഞാൻ അല്ലാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷോ? അവിടെയും പറയുന്നത് റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവിന് നന്ദിയുള്ള അടിമയാവാൻ ആവശ്യപ്പെടുകയാണ്. എന്റെ ഈമാനുള്ളവരെ, അല്ലാഹു ഒരു മുഅ്മിനായ മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? അല്ലാഹു ഒരു ഈമാനുള്ള മനുഷ്യന് കൊടുക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് അവന്റെ യഥാർത്ഥ അടിമയാകാൻ കഴിയുക എന്നുള്ളതാണ്. അങ്ങനെ അടിമയായി പോയാൽ ആ അടിമയുടെ സ്വഭാവം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അല്ലാഹുവിന്റെ റഹ്മാനായ അല്ലാഹുവിന്റെ അടിമകളുണ്ടല്ലോ, അവരെങ്ങനെയാണ് ദുനിയാവിലുള്ള ജീവിതം എന്നറിയുമോ? അവരുടെ നടത്തം എങ്ങനെയെന്നറിയുമോ? അവരുടെ ഇരുത്തം എങ്ങനെയെന്നറിയുമോ? അവരുടെ സംസാരം എങ്ങനെയെന്നറിയുമോ? അവരുടെ പെരുമാറ്റം എങ്ങനെയെന്നറിയുമോ? അവരുടെ മറ്റുള്ള എല്ലാ വ്യവഹാരങ്ങളും എങ്ങനെയെന്നറിയുമോ? വളരെ വിനയാന്വിതനായി, കിബറില്ലാതെ, അഹങ്കാരമില്ലാതെ, പൊങ്ങച്ചമൊന്നുമില്ലാതെ, വളരെ താഴ്മയോടുകൂടി വിനയത്തോടുകൂടി മാത്രമാണ് അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകൾ. ദുനിയാവിൽ കുഴപ്പമുണ്ടാക്കുന്നവരല്ല. അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകൾ ദുനിയാവിൽ കുഴപ്പമുണ്ടാക്കുന്നവരല്ല. എന്നാൽ ദുനിയാവിൽ അല്ലാഹുവിന്റെ അടിമകൾ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കുഴപ്പത്തിന് നേതൃത്വം കൊടുക്കുന്നവർ വിഭാഗമുണ്ട്. അതാരാണെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകൻ, ഹബീബായ തങ്ങളുടെ മരുമകൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എത്ര വലിയ സ്ഥാനമുള്ള സ്വഹാബിയാണ് അലിയാർ തങ്ങൾ. റസൂലുള്ളാഹി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ജനാസ കുളിപ്പിച്ചതാർ? റസൂലുള്ളാഹി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ജനാസ കുളിപ്പിച്ചതാര്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. റസൂലുള്ളാഹി തങ്ങൾ ഖൈബർ യുദ്ധത്തിൽ സ്വഹാബത്തിന് വലിയ പരീക്ഷണം നേരിടേണ്ടി വന്നപ്പോൾ, ഖൈബർ യുദ്ധത്തിന്റെ അമീർ ഷഹീദായി പോയപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, സ്വഹാബ, നാളെ യുദ്ധത്തിന്റെ ഈ പതാക ഞാൻ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കും. അത് ഏതാളെന്നറിയോ? അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിന്റെ റസൂലിനെയും ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അല്ലാഹും അല്ലാഹുവിന്റെ റസൂൽ ആ വ്യക്തിയെയും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ ഞാൻ എന്റെ പതാക കൊടുക്കും. അയാളിലൂടെ നമുക്ക് വിജയം ലഭിക്കും. സ്വഹാബത്ത് അന്നേവരേക്കും അധികാരം മോഹിക്കാത്ത, എന്തെങ്കിലും ഒന്ന് ലഭിക്കണം, ഒരു പേര് കിട്ടണം, പ്രശസ്തി കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത എല്ലാ സ്വഹാബത്തും കൊതിച്ചുപോയി, പടച്ചവനെ ആള് ഞാനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്തേ കാരണം? ആളെ പറ്റി റസൂലുള്ളാഹി തങ്ങൾ എന്താ പറഞ്ഞത്? അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ, തിരിച്ച് അല്ലാഹും അല്ലാഹുവിന്റെ റസൂൽ ആ വ്യക്തിയെയും ഏറ്റവും ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള ഒരാളിൽ ഞാൻ നാളെ പതാക കൊടുക്കും. ആളിലൂടെ നമുക്ക് വിജയം ലഭിക്കും. സ്വഹാബത്ത് എല്ലാവരും ആഗ്രഹിച്ചു, നബിയെ ആരായിരിക്കും ആള്? പിറ്റേ ദിവസം റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, സ്വഹാബ, അലി ഇബ്നു അബീ ത്വാലിബ് എവിടെ?
സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, അലിയാർ തങ്ങൾക്ക് ചെങ്കണ്ണ് ബാധിച്ച് കണ്ണ് വേദനിച്ച് റമദ് വന്ന് അദ്ദേഹം വീട്ടിലാണ് നബിയെ, സുഖമില്ലാതെ കിടക്കുന്നു. അലിയാർ തങ്ങൾ രോഗിയായി കിടക്കുന്നു. എന്താ രോഗം? വല്ലാതെ കണ്ണിങ്ങനെ ചുവപ്പടിച്ചു. നേരെ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായി വീട്ടിൽ വിശ്രമത്തിലാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വഹാബ അലിയാർ തങ്ങളെ കൊണ്ടുവന്നു. ഹബീബായ തങ്ങളുടെ ഇവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമിനീർ റസൂലുള്ളാഹി തങ്ങൾ അലിയാർ തങ്ങളുടെ കണ്ണിൽ ഇങ്ങനെ പുരട്ടി കൊടുത്തു. സുബ്ഹാനല്ലാഹ്, കണ്ണിന്റെ വേദന മാറി. ആ കണ്ണിന് വല്ലാത്ത ഒരു തെളിച്ചം, വല്ലാത്ത ഒരു പ്രകാശം, കണ്ണിന്റെ വേദനയൊക്കെ മാറിപ്പോയി. ഞമ്മ ഏതെങ്കിലും ഒരു രോഗിയായ ഒരു മനുഷ്യന് കണ്ണ് വേദന എന്ന് വന്നിട്ട് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഉമിനീർ എടുത്തിരുത്തോട്ടെങ്കിൽ എന്താ? പിറ്റേന്ന് ഗുൽമാല വാട്സപ്പിലാവും അയാൾ ഉമിനീർ തൊട്ട് ഏതോ ഒന്നിനെ മന്ത്രിച്ചിട്ട് ഇങ്ങനെ ഊതിയപ്പോ അയാൾ ഭക്ഷണത്തിൽ തുപ്പി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ഗുൽമാലയില്ല. സോഷ്യൽ മീഡിയയെ കൊണ്ടുവന്ന മുസീബത്ത് എന്താ റബ്ബേ. പ്രത്യേകിച്ച് വഅദും മറ്റുള്ള നമ്മുടെ പരിപാടികൾ, ഖുർആനും ഹദീസും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ മസാലകളൊക്കെ വിശദീകരിക്കുന്നത് ലൈവായി ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ, യൂട്യൂബിലും മറ്റും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഗുണമുണ്ടോ ഇല്ലേ എന്നറിയില്ല. പക്ഷെ ഒരുപാട് ഗുണക്കേടുണ്ടായിട്ടുണ്ട്. ഗുണം ഒരാൾ സ്വീകരിച്ചെങ്കിൽ, അത് വഅദ് കേട്ട് നന്നാവാൻ കഴിഞ്ഞെങ്കിൽ അൽഹംദുലില്ലാ, ഗുണം കിട്ടി. ഇതിപ്പോ അങ്ങനല്ലല്ലോ. അതിനെ വിമർശിക്കാൻ എത്ര ആൾക്കാർ, അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എത്ര ആൾ. സുബ്ഹാനല്ലാഹ്, ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരാളുടെ ഒരു വീഡിയോ കണ്ടു. ഒരു മനുഷ്യൻ, അയാള് മുസ്ലിം ആയിട്ടുണ്ടാവൂല, ഒരു മുസ്ലിമായ മനുഷ്യന്റെ പേരൊരു പക്ഷെ അയാൾക്കുണ്ട്. പേരുകൊണ്ട് മാത്രം മുസ്ലിം ആവൂലല്ലോ. ഇപ്പൊ നെയ്യപ്പ എന്ന പേരുള്ളത് കൊണ്ട് അതിൽ നെയ്യുണ്ടായി. നെയ്യപ്പത്തിന്റെ പേര് നെയ്യപ്പ, അതിൽ നെയ്യുണ്ട് അല്ലേ? നെയ്യപ്പ, അപ്പത്തിന്റെ പേരിന്റെ കൂടെ നെയ്യുണ്ട്. പക്ഷെ അത് നെയ്യിലുണ്ടാക്കിയതല്ല, അതിന് നെയ്യ് തട്ടിച്ചിട്ടേ ഇല്ല, നെയ്യുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ എന്തുണ്ട്? പേരിൽ നെയ്യുണ്ട്, നെയ്യപ്പ. അതേപോലെ ഒരാൾക്കൊരു പേരുള്ളത് കൊണ്ട് മാത്രം മുസ്ലിം ആവാൻ കഴിയും. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിലേക്ക് എല്ലാം സമർപ്പിച്ചവർ. ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പേരുള്ള ഒരു മുസ്ലിം, ചിലപ്പോ പേരിന്റെ കൂടെ ഒരു എക്സ് ഉണ്ടോ എന്നറിയില്ല. ഈ മാജി മുഖ്യമന്ത്രി, മാജി പ്രധാനമന്ത്രി, മാജി MLA എന്നൊക്കെ പറഞ്ഞതുപോലെ എക്സ് മന്ത്രി എന്നൊക്കെ എക്സ് മുസ്ലിം. സുബ്ഹാനല്ലാഹ്, മുസ്ലിം എക്സ് മുസ്ലിം. അപ്പോഴും ആ മനുഷ്യൻ എന്ത് അറിയപ്പെടണമെങ്കിൽ മുസ്ലിം കൂടെ വേണോ, ഇല്ലെങ്കിൽ അയാളെ ആറ് മൂസൂല, അയാളുടെ തൊട്ട് നോക്കൂല. എക്സ് മുസ്ലിം എന്ന്, മാജി ഇപ്പൊ മുസ്ലിം അല്ല, നേരത്തെ മുസ്ലിം ആയിരുന്നു. അങ്ങനെയുള്ളൊരു വിഭാഗമുണ്ട്. അള്ളാഹു കാത്തു സലാമത്താകട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ കാത്തു സലാമത്താകട്ടെ. അവരെ കുറിച്ച് നേരത്തെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഖൽബിൽ അല്ലാഹു സീൽ വെച്ച് കൊടുത്തതാണ്. സൂറത്തുൽ മുനാഫിഖൂൻ നിങ്ങൾ എടുത്തു നോക്ക്. ആ സൂറത്തുൽ മുനാഫിഖീന്റെ തുടക്കത്തിലെ ആയത്തുകളിലൊക്കെ അല്ലാഹു അങ്ങനെയുള്ള മനുഷ്യന്മാരെ വിശദീകരിച്ചിട്ടുണ്ട്. ഖൽബിൽ സീൽ വെച്ച് കൊടുത്ത്. എന്തേ സീൽ വെച്ച് കൊടുക്കാൻ കാരണം? അതിന്റെ അടയാളങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മനുഷ്യൻ നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു മസ്അല, ഒരു സംഭവം, അതിനെ എടുത്ത് ഉദ്ധരിച്ച് വിമർശിച്ച് സോഷ്യൽ മീഡിയകളിൽ മറ്റുള്ള സമൂഹത്തിന്റെ മുമ്പിൽ ഇസ്ലാമിനെ അവഹേളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എനിക്ക് തോന്നി ഇത് നമ്മളൊക്കെ ഈ ജാഹിലീങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പ്രശ്നം വന്നത്. പണ്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഖുർആൻ മറ്റുള്ള ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നത് ഹറാമാണെന്ന് പറഞ്ഞു. ഖുർആൻ പരിഭാഷപ്പെടുത്ത വളരെ ഗൗരവത്തിൽ പറഞ്ഞു. ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല, ഹറാമാണ്. ഖുർആൻ തഫ്സീറിലൂടെ തന്നെ പഠിക്കണം. നിങ്ങൾ നോക്കി, ഇവിടെ മുതഅല്ലിമീങ്ങളുണ്ട്. 5, 6, 7, 8 കൊല്ലം പഠിച്ച മുതഅല്ലിമീങ്ങളുണ്ട്. അവരെങ്ങനെ ഖുർആൻ പഠിച്ചത്? അവരെങ്ങനെ ഖുർആൻ പഠിക്കുന്നത്? ഖുർആൻ എങ്ങനെയാണോ പഠിക്കേണ്ടത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്, അതുപോലെ തന്നെ പഠിക്കും. 2-3 കൊല്ലായി ദർസിൽ വന്നു, അല്ലെങ്കിൽ ഏകദേശം ഒരു 4 കൊല്ലായി ദർസിൽ ചേർന്നിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ചെറിയൊരു ചായ എന്തെങ്കിലും കുടിച്ചിട്ട് ഓതാൻ തുടങ്ങും. ഒരു 8-9 മണി വരെ ഓതും. എന്നിട്ടൊന്ന് ഭക്ഷണം കഴിക്കാൻ നാഷ്ടാക്കാൻ പോകും. വന്നിട്ട് ളുഹാ നിസ്കരിക്കും, വീണ്ടും ഓതും ഏകദേശം ഒരു 12 മണി വരെ. ദുഹ്ർ നിസ്കാരം കഴിഞ്ഞ് ചോറ് വെച്ച് വന്ന് വീണ്ടും അസ്ർ വരെ ഓതും.
അസർ കഴിഞ്ഞ് അവർക്ക് അലക്കാനുണ്ടെങ്കിൽ, കുളിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി പീടികക്ക് പോകാനുണ്ടെങ്കിൽ, കുറച്ച് നടക്കാനുണ്ടെങ്കിൽ അതൊക്കെ പോവും. എന്നിട്ട് മഗ്രിബിന്റെ മുമ്പിൽ ഫ്രഷായി തസ്ബീഹൊക്കെ പറഞ്ഞ് വീണ്ടും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാ വരേക്കും ഇരുന്ന് രാവിലെ പഠിച്ചതിനെ ഒന്നും കൂടി തർത്തീബാക്കും, പഠിക്കും. ഒന്നാം ദർസ്. ഇശാ കഴിഞ്ഞ് ഇശാ നിസ്കാരം ഹദ്ദാദൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും വന്ന് രണ്ടാം ദർസിലേക്ക് ഇരുന്ന് ഓതി. ഏകദേശം 10:30 മണി, ചിലപ്പോൾ 11 മണി വരെ ഓതുന്ന മുത്താലിമികളുണ്ട്, 12 മണി വരെ ഓതുന്ന മുത്താലിമികളുണ്ട്. എന്തിനേരെ സുബഹി ബാങ്ക് വരേക്കും ഉറങ്ങാതെ ഇരുന്ന് ഓതുന്ന മുത്താലിമികളും ഉണ്ട്. ഞാൻ പലപ്പോഴും ദർസിലുള്ള സമയത്ത് സുബഹി ബാങ്ക് വരെ ഓതിയതും. അള്ളാഹു നമ്മുടെയൊക്കെ ഇൽമിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ. അങ്ങനെ ഓതുന്ന മുത്താലിമീങ്ങൾ നിങ്ങൾ നോക്ക്, ഒരു ദിവസത്തിന്റെ എത്ര നേരമാണ് കിതാബ് ഓതി പഠിക്കുന്നത്. അങ്ങനെ ഓതാൻ തുടങ്ങിയിട്ട് 3 കൊല്ലായി, 4 കൊല്ലായി. അവരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ഏതൊക്കെ കിതാബ് ഓതുന്നുണ്ട്, തഫ്സീർ ഓതുന്നുണ്ട്, ഖുർആൻ പഠിക്കുന്നുണ്ട്, ഖുർആന്റെ അർത്ഥം പഠിക്കുന്നുണ്ട്. തഫ്സീർ ഓതാനായിട്ടില്ലവർ. ഇത്രമാത്രം മണിക്കൂറോളം ദർസിലിരുന്ന് ഓതി പഠിച്ചിട്ട് അവർക്ക് ഖുർആൻ പഠിക്കാനുള്ള ആ ഒരു പക്വതയിലേക്ക് അവർ എത്തിയിട്ടില്ല. അവരെ നഹ്വിലും ഗ്രാമറിലും സർഫിലും ഒക്കെ നല്ല ഉഷാറാക്കിയെടുത്ത് അവർക്ക് അറബി എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് എന്ന ഒരു കഴിവിന് അവരെ എത്തിച്ചതിന്റെ ശേഷം അവർക്ക് തഫ്സീർ മെല്ലെ ഓതി കൊടുക്കും മുദരിസ് ഉസ്താദ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ പഠിക്കേണ്ട പരിശുദ്ധ ഖുർആൻ ഏതെങ്കിലും ഒരു വ്യാഖ്യാന ഗ്രന്ഥം കൊണ്ടുവന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനോ കരുണാമയ്യാದ അല്ലാഹുവിന്റെ നാമದಿಂದ എന്ന് മാത്രം വായിച്ച് നീ ആ ബിസ്മിക്ക് മഅന പറഞ്ഞാൽ, അർത്ഥം പറഞ്ഞാൽ നിന്റെ ഈമാന് ചിലപ്പോ കുഴപ്പത്തിലാകും മോനെ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ പറഞ്ഞത്, ഖുർആനെ മറ്റുള്ള ഭാഷയിലേക്ക് ഭാഷാന്തരിക്കാൻ പാടില്ല, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല, അത് ഹറാമാണ്. അന്ന് ഗൗരവത്തിൽ കാണാത്ത ചിലര്, നമ്മുടെ പണ്ഡിതന്മാരിൽ പെട്ടവർ തന്നെ അത് പരിഭാഷപ്പെടുത്താമെന്ന് വാദിച്ചവര് സുബ്ഹാനല്ലാഹ് ഇന്ന് ഏത് മുസീബത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നറിയുമോ? ചില മനുഷ്യന്മാര്, ഇസ്ലാമിന്റെ ചില ശത്രുക്കള് പരിശുദ്ധ ഖുർആനിലൂടെ ഇതാ മുസ്ലിമീങ്ങളല്ലാത്തവരെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം അല്ലാത്തവനെ ഇത്രമാത്രം ആയത്തുകളിൽ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഖുർആൻ എടുത്ത് വായിച്ചു കേൾപ്പിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ഇതാ ഖുർആനിന്റെ ഇത്രാമത്തെ സൂറത്തിൽ ഇത്രാമത്തെ ആയത്ത്, ആറാവതിനെ ചിലപ്പോൾ മൂത്രമൊഴിച്ചിട്ട് നേരെ കഴുകാൻ പോലും ഇല്ലാത്തൊരു മനുഷ്യൻ. ഖുർആന്റെ ആയത്ത് കാണിക്കുന്ന തെളിവ് ഇതാ മുസ്ലിമീങ്ങൾ അല്ലാത്തവരെ കൊല്ലാൻ വേണ്ടി പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, യഥാർത്ഥത്തിൽ അവിടെയുള്ളത് അങ്ങനെയാണോ? ഞാൻ പറഞ്ഞില്ലേ, ബിസ്മിന്റെ പരമകാരുണികനോ കരുണാമയ്യാದ അല്ലാഹുവിന്റെ നാമದಿಂದ ഇത് മാത്രം പഠിച്ച ഒരാളാണ് ബിസ്മിക്ക് അർത്ഥം തന്നെ എന്ന് മനസ്സിലാക്കിയ ഒരാൾ. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ഖുർആന്റെ അർത്ഥം പറയുമ്പോ എന്തെല്ലാം മുസീബത്തുകൾ വന്ന്. പണ്ട് നല്ലൊരു ഫുട്ബോൾ കളിക്കുന്ന ടീം ഉണ്ടായോല, നല്ല കളിക്കുന്ന ടീം. ഫുട്ബോൾ കളിയൊക്കെ നല്ലതാണ് ആരോഗ്യത്തിൽ, അത് അതിന്റെ മട്ടത്തിലാണെങ്കിൽ കളിക്കുന്നതിൽ മോശമൊന്നുമില്ല. അപ്പൊ ഈ കളിക്കുന്ന ടീമിലുണ്ടല്ലോ, ഓർക്കൊരു ഗോൾ കീപ്പർ ഇല്ല, വലിയ ബേജാർ. ഗോൾ കീപ്പർ മഹീനല്ലേ, ഫുട്ബോൾ കളിക്കുമ്പോൾ ഗോൾ കീപ്പർ ഇല്ലെങ്കിൽ എന്താവും, വന്ന ബോളൊക്കെ പോസ്റ്റിനുള്ളിലേക്ക് എത്താല്. അങ്ങനെ ഓരോ ബേജാറിൽ ഇങ്ങനെ നടക്കുമ്പോ ഓർക്കൊരു ഭയങ്കര ടെൻഷൻ. എന്താ, നമുക്കൊരു നല്ലൊരു ഗോൾ കീപ്പർ കിട്ടിയിട്ടില്ല. ഒരു നോക്കുമ്പോൾ ഒരിടത്ത് വലിയൊരു ലോറിയിൽ ബത്തക്ക അൺലോഡായിക്കൊണ്ടുണ്ട്, ബച്ചങ്കായി അൺലോഡായിക്കൊണ്ടുണ്ട്. അപ്പൊ ഈ ബത്തക്ക അൺലോഡാകുമ്പോ ഈ ഓർ നോക്കി നിന്ന് സുബ്ഹാനല്ലാഹ്, ഓൻ പിടിക്കുന്ന പിടി നോക്കറ ഒന്നുമല്ല, ഈ 2 ബത്തക്ക എരിയുന്ന ഒറ്റടിക്ക്, 2 ബത്തക്ക നിർത്താതെ ഇങ്ങനെ എരിയുന്നു. ഇയാൾ പിടിക്കുന്നു, ഉള്ളിലേക്ക് ഇടുന്നു, പിടിക്കുന്നു, ഇങ്ങനെ ഇടുന്നു. ഒരു ബത്തക്ക പോലും കയ്യിൽ നിന്ന് മിസ്സാകുന്നില്ല. ഇയാൾ ഞമ്മക്ക് നല്ല പറ്റ ഗോൾ കീപ്പർ, ഇയാളെ പൊന്തിച്ചു കൊണ്ടുപോയി ഗോൾ കീപ്പറായി. ബോളിനെ കാട്ടി കനവുള്ള ബത്തക്കിനെ പിടിക്കുന്ന ആളല്ലേ. അങ്ങനെ ഇയാളെ കൊണ്ടുപോയിട്ട് നല്ലൊരു മാച്ചിൽ നല്ല ഇൻട്രസ്റ്റിൽ ഗോൾ ഫുട്ബോൾ കളിക്കുമ്പോണ്ടല്ലേ, നല്ല ആവേശത്തിൽ ഒരു ജയിക്കാനാകുമ്പോ മറ്റേ ടീമിന്റെ ആള് ഒറ്റടി 140 കിലോമീറ്റർ വേഗതയിൽ സുണ്ടരകാലി വന്നതുപോലെ ഇയാള് ബത്തക്ക പിടിക്കുന്ന കയ്യല്ലേ, ഇതൊരു കണക്കയില്ല, ഇയാൾ ഒരു പിടി ബോൾ പിടിച്ചിട്ട് പോസ്റ്റിനുള്ളിലേക്ക് ഒരു എരിയാറുപോലെ അടുത്തത് വരട്ട്. സുബ്ഹാനല്ലാഹ്, ഒരാകെ ബേജാറായി പോയി, ഇത് എന്ത് സംഭവം, ഇങ്ങനെ ചെയ്ത ഇയാൾ നമ്മളെ തോപ്പിച്ചല്ലേ, ഇയാൾ ചതിച്ചല്ലേ ഇയാൾ. അപ്പൊ ഇയാൾക്ക് നോക്കുമ്പോ സംഗതി എന്ത്, ഇയാൾക്ക് ബത്തക്ക പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ടേ അറിയും.
ഇയാൾക്ക് ഈ ഫുട്ബോളിന്റെ കഥ അറിയില്ല. ഇത് പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് എറിയേണ്ടത് ഈ പോസ്റ്റിന്റെ ഉള്ളിലേക്ക് പോയാൽ ഞമ്മ തോറ്റുപോകും എന്നുള്ളത് ഇയാൾക്ക് അറിയില്ല. ഇയാള് നേരത്തെ ഉള്ള സ്വഭാവം ബത്തൊക്കെ പിടിച്ചിട്ടാക്കിയതുപോലെ ഇതിനെ പിടിച്ച് ഉള്ളിലേക്ക് ഇട്ടാ അടിക്കും, നെക്സ്റ്റ് അടുത്തത് അടിക്കും. അപ്പൊ ഈ ബത്തൊക്കെ അൺലോഡ് ആക്കുന്ന ആളെ ഫുട്ബോളിന്റെ ഗോൾ കീപ്പർ ആക്കിയെങ്കിൽ ഏതവസ്ഥ? അതേപോലെ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർ തന്നെ വ്യാഖ്യാനിക്കണം. റിക്ഷ ഡ്രൈവർ റിക്ഷ സ്റ്റാൻഡിൽ ഇരുന്ന് ഖുർആന്റെ അർത്ഥം പറയണ്ട. പൈന്റിന്റെ പണിയെടുക്കുന്നവന് പൈന്റിന്റെ പണിയെടുക്കുന്ന സമയത്ത് ഖുർആൻ ചർച്ച ചെയ്യണ്ട. കുജിരിന്റെ കച്ചവടം ചെയ്യുന്നവനെ, പ്ലൈവുഡിന്റെ കച്ചവടം ചെയ്യുന്നവനെ, അതിന്റെ അടുക്ക് പരിശുദ്ധ ഖുർആനിനെ നീ തർക്കിക്കണ്ട. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനാകുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടത്തെ കണ്ണുവേദനയുള്ള സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ഉമിനീർ പുരട്ടി കൊടുക്കുന്നു. കണ്ണിന്റെ വേദന മാറുന്നു. എന്നിട്ട് മുറൈഹിബ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിന്റെ മുമ്പിൽ ഖൈബർ യുദ്ധത്തിലേക്ക് പോയി കൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറാ കല്ലൈസി ഗാബാതിൻ കരീഹിൽ മൻദറാ. എടോ മുറൈഹിബ് ചക്രവർത്തിയെ, ഖൈബറിന്റെ കോട്ടകൊത്തലങ്ങളിൽ ഒളിച്ചിരുന്ന ചക്രവർത്തിയെ, നിന്റെ ജീവിതത്തിൽ ഇന്നേവരേക്കും നീ ചെയ്ത ഒരൊറ്റ യുദ്ധത്തിൽ പോലും പരാജയപ്പെട്ട ചരിത്രം ഇല്ലെങ്കിൽ ഇന്നിതാ നിന്റെ മുമ്പിലേക്ക് വന്നതാരെന്നറിയുമോ? അബൂ ത്വാലിബിന്റെ മകൻ ഹൈദർ എന്ന പേരുള്ള അലി ഇബ്നു അബീ ത്വാലിബാണ്. എന്റെ ഉമ്മ എനിക്ക് പേരിട്ടത് ഹൈദർ എന്നാണ്. സിംഹത്തെ പോലെ ഗർജിക്കുന്ന, സിംഹത്തെക്കാളും ഗാംഭീര്യമുള്ള ഒരു മനുഷ്യനെ നീ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഹൈദറാകുന്ന അലീനെ കണ്ടു. മുറൈഹിബ് ചക്രവർത്തിയെ വെട്ടി താഴെ എറിയുന്നു. ഖൈബറിന്റെ രണാങ്കണത്തിൽ വിജയത്തിന്റെ പതാക വാളോളം ഉയർത്തുന്നു. അങ്ങനെയുള്ള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ വസിയത്ത് ചെയ്യുകയാണ്. അലിയേ ഞാനെങ്കാലും വഫാത്തായാൽ എന്റെ ജനാസ ആരെങ്കിലും കുളിപ്പിച്ചാൽ, എന്റെ മയ്യത്തിന്റെ ഔറത്തെങ്കാലും അവർ നോക്കി പോയാൽ ഉടനെ അവരുടെ കണ്ണിന്റെ കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഹബീബായ തങ്ങൾ പറയുകയാണ്, സ്വഹാബ, എന്റെ ജനാസ ആര് കുളിപ്പിച്ചാലും എന്റെ ഔറത്തിലേക്കെങ്കാലും അവൾ നോക്കിപ്പോയാൽ ഉടനെ അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നതാണ്. അലിയേ, എന്റെ മയ്യത്ത് നിങ്ങളല്ലാത്തവർ കുളിപ്പിക്കാൻ പാടില്ല. എന്റെ ജനാസ നിങ്ങൾ കുളിപ്പിക്കണം അലിയേ. അത്രമാത്രം ബഹുമാനമുള്ള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരാളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന മകൻ ആരാകണമെന്നറിയുമോ? ഒരു പെണ്ണിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ഏത് പെണ്ണാകണമെന്നറിയുമോ? ഒരാണിന്റെ പുരുഷന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ആരാകണമെന്നറിയുമോ? അമീനാകണം, വിശ്വസ്തനാകണം, വിശ്വസിക്കാൻ പറ്റുന്നവനാകണം. ഏതെങ്കിലും ഒരാൾ കുളിപ്പിച്ചാ മതിയാവുകയില്ല. ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളെ വന്ന് കുളിപ്പിച്ചാ മതിയാവുകയില്ല. ആ മയ്യത്ത് കുളിപ്പിക്കുന്ന ആള് വിശ്വസിക്കാൻ പറ്റുന്നവനാകണം. എന്റെ ഈമാനുള്ളവരെ, ആരും ബേജാറാകാൻ വേണ്ടി പറയുന്നതല്ല. ഇന്ന് എത്രയോ നാടുകളിൽ 30 കൊല്ലത്തിലേറെ എക്സ്പീരിയൻസ് ഉണ്ട് കുളിപ്പിച്ചിട്ട്. 40 വർഷമായി മയ്യത്ത് കുളിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ചിലർ പറയും, ഉസ്താദേ, ഈ നാട്ടിൽ ഞാൻ 28 കൊല്ലമായി മയ്യത്ത് കുളിപ്പിക്കാൻ തുടങ്ങിയിട്ട്. സുബ്ഹാനല്ലാഹ്, അന്വേഷിക്കുമ്പോൾ പലർക്കും കുളിപ്പിക്കേണ്ട യഥാർത്ഥ സുന്നത്തായ രൂപം അറിയില്ല. സുബ്ഹാനല്ലാഹ്, ചിലപ്പോൾ മയ്യത്തിന്റെ ഔറത്തിലേക്ക് അവരെത്തി നോക്കുന്നു. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഔറത്ത് നോക്കൽ ഹറാമാണ് പെങ്ങളെ. മയ്യത്തിന്റെ ഔറത്തല്ലാത്ത ഭാഗവും നോക്കാതിരിക്കൽ സുന്നത്താണ്. മയ്യത്തിന്റെ ഔറത്തല്ലാത്ത ഭാഗം പുരുഷന്റെ മുട്ടുപൊക്കിലല്ല, മുട്ടുപൊക്കിന്റെ ഇടയിലുള്ള സ്ഥലം അല്ലാതെ മറ്റുള്ള സ്ഥലം നോക്കൽ കറാഹത്താണ്. നോക്കാതിരിക്കൽ സുന്നത്താണ്. എന്നാൽ ഔറത്ത് നോക്കൽ ഹറാമാണ്.
മയ്യിത്തിന്റെ ഗുഹ്യ ഭാഗം തുറന്നു നോക്കുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, ഞാനൊരു നാട്ടിലേക്ക് മയ്യിത്ത് കുളിപ്പിക്കുന്നതിനെ പറഞ്ഞു കൊടുക്കാൻ പോയി. സുബ്ഹാനല്ലാഹ്, എന്റെ പ്രസംഗത്തിന്റെ തുടക്ക കാലമായതുകൊണ്ട് ആ മയ്യിത്ത് കുളിപ്പിക്കാൻ വേണ്ടിയുള്ള ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ ആരൊക്കെ എന്ന് ചോദിച്ചപ്പോൾ ഏകദേശം മയ്യിത്ത് കുളിപ്പിക്കുന്ന പലരും ആ നാട്ടിൽ ഒരുമിച്ച് കൂടുന്നു എന്ന് പറഞ്ഞു. എനിക്ക് വല്ലാത്ത പേടിയായി. പടച്ചവനെ, എന്റെ ചെറിയ പ്രായമാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ സംശയം ചോദിക്കുമ്പോൾ എന്റെ വയസ്സിനേക്കാളും ഒരുപക്ഷെ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകും കുളിപ്പിച്ചിട്ട്. അവർ ചോദിക്കുന്ന സംശയത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അവരുടെ മുമ്പിൽ വശറായി പോകുമോ എന്ന് പേടിച്ചു. എന്നിട്ട് രാത്രി ഉറക്കമൊഴിഞ്ഞ് കിതാബുകൾ പലതും നോക്കി. മയ്യിത്ത് കുളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് സംശയം ചോദിച്ചാലും അവിടെ നിന്ന് മറുപടി കിട്ടണമെന്ന നിലക്ക് ഞാൻ പലതും നോക്കി മനസ്സിലാക്കി. എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, പിറ്റേ ദിവസം നന്നായി 1.5 മണിക്കൂറോളം വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചത് എന്തെന്നറിയുമോ? ഉസ്താദെ, മയ്യിത്തിന്റെ വയറ് തടകൽ സുന്നത്തുണ്ടല്ലോ കുളിപ്പിക്കുന്നതിന്റെ മുമ്പ്. കുളി തുടങ്ങുന്നതിന് മുമ്പ് വയറ് നന്നായി തടകൽ സുന്നത്തുണ്ടല്ലോ. വയറ് നന്നായി തടകണം. എന്തേ? അത് ഈ കാഷ്ടമൂത്രം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പുറത്തു പോകാൻ വേണ്ടി. അത് ചില ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണാം. മുബാലഗത്ത്, കുറച്ച് കടുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഉള്ള ശക്തി ഒക്കെ ഇട്ടിട്ട് അമർത്തിട്ട് തടകണം, കുടൽ പുറത്തു വരും. അത് മുബാലഗത്ത് കൈഫിയത്തിലല്ല, കമ്മിയത്തിൽ. മുതാലിമീങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കൈഫിയത്തിലല്ല കമ്മിയത്തിൽ എന്ന് പറയുന്നത്. അമർത്തുന്ന രൂപത്തിലല്ല, അമർത്തുന്ന പ്രാവശ്യം എത്ര പ്രാവശ്യമാകണം അതിൽ നല്ലോണം തടകണമെന്ന് പറഞ്ഞത്. എങ്ങനെ എന്നുള്ളതിൽ നല്ലോണം എന്നല്ല പറഞ്ഞത്, എത്ര പ്രാവശ്യമാകണം എന്നതിലാ പറഞ്ഞത്. നല്ലോണം ഒരേ പ്രാവശ്യം, ആവർത്തിക്കലോടുകൂടി ഒരേ പ്രാവശ്യം. ഒരൽപ്പം ഒരൽപ്പം അമർത്തി ഉള്ള തേജോ ശക്തി അമർത്തിയിട്ടല്ല. പലരും അങ്ങനെ കുളിപ്പിക്കുന്നത് ഉള്ള ശക്തിയൊക്കെ. സുബ്ഹാനല്ലാഹ്, ഞാനൊരിടത്ത് നോക്കി റബ്ബേ, ഒരാൾ മയ്യിത്തിന്റെ കുളിപ്പിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ. ഞാൻ അയാളോട് പറഞ്ഞു, മയ്യിത്തിന്റെ ഒരൽപ്പം ജീവൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചവിട്ടിട്ട് ഇപ്പൊ പുറത്താക്കട്ടെ. തേച്ചു മരിച്ചത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. അയാൾ ചിരിച്ച്. എന്നിട്ട് അയാൾ പറഞ്ഞു, ഉസ്താദ്, എനിക്ക് അറബി ഇങ്ങനെ കാണിച്ചു തന്നത് ഗൾഫിൽ. ഞാൻ പറഞ്ഞു, നിങ്ങൾ അറബിമാരെ കുളിപ്പിച്ചാൽ മതി, ഇവിടെ കുളിപ്പിക്കാൻ. അറബിമാർക്ക് ചിലപ്പോൾ ഒട്ടകത്തിന്റെ ഇറച്ചി കൊണ്ട് നല്ല ശക്തി ഉണ്ടാവും. നമ്മളെ മയ്യത്ത് ചിലപ്പോ ഈ കോഴി കൂട്ടുന്ന ആളല്ലേ, ബോയിലർ കോഴി. ആ കുടലൊക്കെ പുറത്തു, അങ്ങനെ തടകാൻ പാടില്ല, ഹറാമാ, മയ്യത്തിനെ വേദനിപ്പിക്കാൻ പറ്റും. എന്നിട്ട് എന്നോട് സംശയം ചോദിച്ചത്, അങ്ങനെ തടകിയതിന്റെ പിറകെ മലമൂത്രമൊക്കെ പുറത്ത് നേരെ പോയോ ഇല്ലെന്ന് എങ്ങനെ അറിയുന്നത്? ഞമ്മക്ക് ആ ഗുഹ്യ ഭാഗം ഒന്ന് തുറന്നു നോക്കാൻ പറ്റുമോ എന്നാ സംശയം ചോദിച്ചത്. എന്നിട്ട് അവിടെ ബാക്കിയുണ്ടെങ്കിൽ ഈർക്കൽ പോലത്തത് ഇട്ടിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, എങ്ങനെയുണ്ട്? മയ്യത്തിന്റെ ഔറത്തിലേക്ക് നോക്കാൻ പറ്റും. അപ്പൊ അറിയാത്തവർ കുളിപ്പിച്ചെങ്കിൽ എന്താവും? മയ്യത്ത് കുളിപ്പിക്കുന്നത് ആരാകണം? അമീൻ, വിശ്വസ്തനാകണമെന്ന് പരിശുദ്ധ ഇസ്ലാം പറയുന്നു. സുബ്ഹാനല്ലാഹ്, എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, ഇന്ന് പലയിടത്തും വാപ്പ മരിച്ചാൽ പള്ളിയിൽ മയ്യത്ത് നിസ്കരിക്കാനുള്ള ഗുൽമാലുകളാ. എനിക്ക് അവകാശം ഇല്ലേ? മോനെ, നിനക്ക് അവകാശം കുളിപ്പിക്കുന്നിടത്തില്ലേ? നീ എന്തേ കുളിപ്പിക്കാൻ പോവാത്തത്? നിനക്ക് അവകാശം ഖബറിലേക്ക് ഇറക്കി വെക്കുന്നിടത്തില്ലേ? എന്തേ ഇറക്കി വെക്കാത്തത്? ആരോടോ നിനക്ക് മയ്യത്ത് നിസ്കരിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞത്? ആർക്കാണ് മയ്യത്ത് നിസ്കരിക്കാൻ അവകാശമുള്ളത്? നിനക്ക് ഫാത്തിഹ ഒരു ഹർഫ് പോലും തെറ്റില്ലാതെ ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ തുടർന്ന് ഏതെങ്കിലും ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? മയ്യിത്ത് നിസ്കാരം തേച്ചും പരിപൂർണമായ രൂപത്തിൽ എങ്ങനെയാ നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചാൽ നിനക്ക് പറയാൻ കഴിയുമോ? സുബ്ഹാനല്ലാഹ്, ഈ ലോകത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കഴിഞ്ഞാൽ ആദ്യമായി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കുന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ആരോടോ മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിന്നത് ബഹുമാനപ്പെട്ട ഖത്താബിന്റെ മകൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോൾ ആരോടോ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് ഇമാമത്ത് നിന്നത് സ്വഹാബത്ത്
സഹാബത്തിൽ പലരും വഫാത്തായപ്പോൾ അവരുടെ മക്കളാണോ ഇമാമത്ത് നിന്നത്? അവകാശത്തിന്റെ പേര് വന്നവർ, അവകാശത്തിന്റെ പേര് പറഞ്ഞവർ ഓടി വന്നില്ല, പകരം അദബിനവർ മുന്തിച്ചു. നല്ലവരായ സ്വാലിഹീങ്ങളായ പ്രായമുള്ള സ്വഹാബത്തിനവർ മുന്തിച്ചു. ഇന്നും നിങ്ങൾ നോക്ക്, വലിയ വലിയ ആലിമീങ്ങള് അല്ലാഹുവിനെ പേടിക്കുന്ന തരത്തിലുള്ള വല്ലാത്ത ഇൽമ അവകാശപ്പെടുന്നതായ ഇൽമുള്ളതായ ആലിമീങ്ങളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയപ്പോൾ അവർ സയ്യിദന്മാരെ ഇമാമത്ത് നിർത്തുന്നു. സുബ്ഹാനല്ലാഹ്. നല്ല 30ഓളം വർഷം ദർസ് നടത്തിയ മുദരിസ, 40 കൊല്ലം ദർസ് നടത്തിയ മുദരിസ, വലിയ വലിയ പണ്ഡിതന്മാർ ശിഷ്യന്മാരുടെ ഗണത്തിലുണ്ട്. എന്നിട്ട് പോലും സ്വന്തം ഉമ്മ മരണപ്പെട്ടു പോയ സമയത്ത് ആ പണ്ഡിതൻ ഇമാമ് നിൽക്കുന്നതല്ല, പകരം ബഹുമാനപ്പെട്ട ഏതെങ്കിലും സയ്യിദന്മാർ തങ്ങന്മാരുണ്ടെങ്കിൽ അവരെ ഇമാമത്ത് നിർത്തിയ പല ഉദാഹരണങ്ങളുണ്ട്. എന്നിട്ട് 6ാം ക്ലാസ്സിൽ മദ്രസയിൽ നിന്ന് പകുതിയിൽ മതിയാക്കി ഓടി ഏതെങ്കിലും ഒരു ഗുജറിന്റെ പീഡയിൽ നിന്ന് നീ അവകാശത്തിന്റെ പേരും പറഞ്ഞ് പള്ളിയിലേക്ക് വരുമ്പോൾ നേരെ ഒതുവെടുക്കാൻ നിനക്കറിഞ്ഞിട്ടില്ല. ആരെയെങ്കിലും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്റെ ഈമാനുള്ളവരെ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ കുളിപ്പിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ വസിയത്ത് ചെയ്തത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളെയാ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങൾക്ക് അത്രമാത്രം വിശ്വസ്തനായതുകൊണ്ടല്ലേ. ഹബീബായ തങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അന മദീനത്തുൽ ഇൽമ, അന മദീനത്തുൽ ഇൽമ വഅലിയുൻ ബാബുഹാ, മൻ അറാദ മദീനത്തുൽ ഇൽമ ഫൽയഅതി മിൻ ബാബിഹാ. ഞാൻ ഇൽമിന്റെ സാഗരമാ, ഞാൻ ഇൽമിന്റെ വലിയ പട്ടണമാ, ഞാൻ ഇൽമിന്റെ കോട്ടയാണ്. ആ കോട്ടയുടെ വാതിലിന്റെ മരുമകൻ അലിയാണ്. ഇൽമിന്റെ കോട്ടയ്ക്ക് കടക്കണമെങ്കിൽ വാതിലിലൂടെ നിങ്ങൾ വരണ്ടേ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിലൂടെയല്ലാതെ നിങ്ങൾക്ക് എന്റെ അടുത്ത് ചേരാൻ കഴിയുകയില്ല. മൂസാ നബി അലൈഹിസ്സലാമിന് ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ എങ്ങനെയാണോ സഹായിയായിരുന്നത്, അതുപോലെ എന്റെ അലി എനിക്ക് ഹാറൂൻ നബിയെ പോലെയാണ്. പക്ഷെ അല്ലാഹു അലിയാരെ തങ്ങൾക്ക് നുബുവത്ത് കൊടുത്തിട്ടില്ല. അത് പറഞ്ഞ് ചിലർ പഴിച്ചു പോയിട്ടുണ്ട്, നുബുവത്തിനെ വാദിച്ച് ചിലർ പഴിച്ചു പോയിട്ടുണ്ട്. എന്നാൽ അത്രമാത്രം മഹത്വമുള്ള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഈ സമൂഹത്തിൽ അവസാനം വഫാത്താകുന്നത് എങ്ങനെയെന്നറിയുമോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വഫാത്തായത് എങ്ങനെയെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്. വിഷം പുരട്ടിയ വലിയ വാളുകൊണ്ട്, വിഷമൂട്ടിയ വലിയ വാളുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന ദുഷ്ടനായ ഖവാരിജ്, അന്നത്തെ ബിദ്അത്തുകാരന്, അന്നത്തെ ബിദ്അത്തുകാരന്, അന്നത്തെ പുത്തനാശയക്കാരന് അലിയാര് തങ്ങളുടെ മൂർദാവിൽ വെട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അങ്ങനെയാ ഷഹീദായത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അലിയാര് തങ്ങളോട് ഹയാത്ത് കാലത്ത് തന്നെ ചോദിച്ചു വെച്ചതാ, അലിയേ ഈ ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ടവൻ ആരാണെന്നറിയുമോ? ഈ ദുനിയാവിൽ ഏറ്റവും നിന്ദ്യൻ, ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും പരാജിതൻ ആരാണെന്നറിയുമോ? ഹബീബായ തങ്ങളോട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാ, നബിയെ സ്വാലിഹ് നബി അലൈഹിസ്സലാം, സ്വാലിഹ് നബി സമൂദ് ഗോത്രത്തിന് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ സ്വാലിഹ് നബി അലൈഹിസ്സലാം മുഅ്ജിസത്തിന്റെ ഭാഗമായി വലിയ ഒരു പാറക്കല്ലിനെ പിളർത്തിയും കൊണ്ട് ഒരു ഒട്ടകത്തിനെ പുറപ്പെടുവിച്ചു. ഉമ്മാന്റെ വയറുകീരി കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുന്നത് പോലെ, ഒരു ഓപ്പറേഷൻ ചെയ്ത് ഇങ്ങനെ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുന്നത് പോലെ ഒട്ടകത്തിനെ പിളർത്തി, വലിയ പാറ കല്ലിനെ പിളർത്തി ഒട്ടകത്തിനെ പുറപ്പെടുവിച്ചു.
ആ ഒട്ടകം അത് അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതാണ്, മുഅ്ജിസത്തിന്റെ ഭാഗമാ. അതിനെ ആരും ഇടങ്ങീര് ചെയ്യല്ലേ എന്ന് സ്വാലിഹ് നബി പറഞ്ഞാലും സുബ്ഹാനല്ലാഹ്, ഒരു ദുഷ്ടനായ മനുഷ്യൻ, അഹങ്കാരിയായ, ധിക്കാരിയായ, തമ്മാടിയായ മനുഷ്യൻ ആ ഒട്ടകത്തിനെ കൊന്നുകളയുന്നു. അവനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇദിം ബഅസ അശ്ഖാഹാ. സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ കളവാക്കുകയും പരിഹസിക്കുകയും ഏറ്റവും നിന്ദ്യനായ പരാജിതനായ മനുഷ്യൻ ഒട്ടകത്തിനെ കൊല്ലാൻ വേണ്ടി ഇഴഞ്ഞു വന്നപ്പോൾ ആ മനുഷ്യനല്ലേ നബിയെ ദുനിയാവിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവനെന്ന് അലിയാർ തങ്ങൾ പറയുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അലിയേ അത് ആദ്യ കാലത്താണ്, എന്നാൽ അവസാന കാലത്ത് ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അലിയാർ തങ്ങൾ കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു അത്രേ, അല്ലാഹുവിന്റെ റസൂലല്ലേ നബി എല്ലാ കാര്യം അറിയുന്നത്. ഹബീബായ തങ്ങൾ കാണിച്ചു കൊടുത്തു, അലിയേ ഇതാ നിങ്ങളെ ഈ ഭാഗത്തിലൂടെ വലിയ താടിയുള്ള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മൂർദാവിൽ കൈവച്ചുകൊണ്ട് കാണിച്ചു റസൂലുള്ളാഹി തങ്ങൾ, അലിയേ നിങ്ങൾ ഈ ഭാഗത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കൊല്ലുന്നവനാ. എന്റെ സമുദായത്തിൽ ഖിയാമത്ത് നാൾ വരേക്ക് വരുന്ന മനുഷ്യന്മാരിൽ ഏറ്റവും മോശപ്പെട്ടവൻ ആരാണെന്നറിയോ അലിയേ, നിങ്ങളെ കൊല്ലുന്നവനാണ് അലിയേ. എന്നാ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഭരണം ഏറ്റെടുത്തു, ഖലീഫയായി. രണ്ടാമത്തെ ഭരണാധികാരി ഉമറുൽ ഫാറൂഖ് തങ്ങളായി 10 വർഷം ചില്ലാന ഭരണം നടത്തി. മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളായി. അവിടുന്ന് ഭരണമൊക്കെ തീർത്തു. അവിടുന്ന് ഭരണം അല്ലാഹു നിയമിച്ച സമയം വരേക്കും ഭരിച്ചു. എന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ശേഷം 4ാം ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളെ കൈവച്ച് കാണിച്ചു കൊടുത്ത അതേ സ്ഥലത്തിൽ വെട്ടുകൊണ്ട് രക്തം ഇങ്ങനെ ഒലിക്കുകയാണ്. കൊന്നതാരാണെന്നറിയുമോ? ഖവാരിജികളിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമാണ്. ആ മനുഷ്യനെ സംബന്ധിച്ച് ഖവാരിജികൾ എന്താണെന്ന് പറഞ്ഞതെന്നറിയോ? റസൂലുള്ളാഹി തങ്ങൾ ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ടവനെന്ന് പറഞ്ഞിട്ട് പോലും ആ മനുഷ്യനെ സംബന്ധിച്ച് ഖവാരിജികൾ പറഞ്ഞത് എന്തെന്നറിയുമോ? അഫ്ളലുൽ ഉമ്മ, നബി തങ്ങളുടെ ഉമ്മത്തികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായവർ. അലിയാർ തങ്ങളെ കൊന്ന മനുഷ്യന്, ധിക്കാരിയായ മനുഷ്യൻ, റസൂലുള്ളാഹി തങ്ങളിലൂടെ ശറഫാകപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ നാക്കിലൂടെ ധിക്കാരം പറയപ്പെട്ടതായ ദുഷ്ടനായ മനുഷ്യനെ സംബന്ധിച്ച് ഖവാരിജികൾ വിശ്വസിച്ചത് ഈ ഉമ്മത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠമായവൻ എന്നാണ്. ദുനിയാവിന്റെ വലിയ മുസീബത്താകുന്ന അലിയാർ തങ്ങളെ കൊന്നും കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തിയവരെന്ന് വിശ്വസിച്ചു. അലിയാർ തങ്ങളെ കൊന്നവനെ ദുനിയാവിൽ വെച്ച് ഏറ്റവും ഹൈറായ മനുഷ്യൻ എന്ന് അവർ വിശ്വസിച്ചു. അവരെ തുടരാൻ പറ്റുമോ? അവരെ അംഗീകരിക്കാൻ പറ്റുമോ? അവർ നേരത്തെ റസൂലുള്ളാഹി തങ്ങളോടും അപമര്യാദ കാണിച്ചിട്ടുണ്ട്, അദബുകേട് കാണിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് ഗനീമത്ത് സ്വത്ത് ഓഹരി ചെയ്യുമ്പോൾ റസൂലുള്ളാഹി തങ്ങളോട് ഒരു മനുഷ്യൻ ദുൽഹുവൈസിറത്തു തമീമി എന്ന് പറയുന്ന മനുഷ്യൻ വന്ന് പറഞ്ഞു അത്രേ, ഇഅ്ദിൽ യാ മുഹമ്മദ്, മുഹമ്മദ് നബി നിങ്ങൾ നീതി പാലിക്കണം, നിങ്ങൾ ഇപ്പൊ ചെയ്തത് അനീതിയാണ്, അതുകൊണ്ട് നിങ്ങൾ നീതി പാലിക്കണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത് നബിയെ തങ്ങൾ നീതി പാലിക്കണം. പിഴച്ചുപോയി ആ മനുഷ്യൻ. ആ മനുഷ്യന് വിശ്വാസത്തിൽ പിഴച്ചുപോയി. അൻബിയാ മുർസലീങ്ങൾക്ക് ഇസ്മത്തില്ലേ? അവർ മഅ്സൂമീങ്ങളിൽ അവരുടെ ഭാഗത്തിൽ തെറ്റ് വരുമോ? ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഭാഗത്തിൽ നിന്ന് നീതിയും അനീതിയും ഉണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ പിഴച്ചുപോയില്ലേ? പിന്നെ അവൻ എന്ത് മുസ്ലിമാ? വിശ്വാസത്തിൽ പിഴച്ചുപോയില്ലേ? റസൂലുള്ളാഹി തങ്ങളോട് നീതി പാലിക്കണമെന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ അനുയായികൾ ഖിയാമത്ത് നാൾ വരേക്കും ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യന്റെ പാരമ്പര്യത്തിലൂടെ വന്നവരാണ് പറയുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആരെങ്കിലും ഒരാൾ നബിയെ ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാൻ.
ഇങ്ങനെ പറയുന്നത് ആരാണെന്നറിയുമോ? ആ മനുഷ്യന്റെ പാരമ്പര്യത്തിലൂടെ വന്നവരാണ്. ഔലിയാക്കന്മാരോട് സഹായം ചോദിക്കാൻ പാടില്ല, ഉറൂസ് നടത്താൻ പാടില്ല, റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് പറയാൻ പാടില്ല, റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള അല്ലാഹുവിനെ സ്തുതിക്കുന്ന ദിക്റിന്റെ മജ്ലിസുകൾ അവർക്ക് പാടില്ല. അദ്ദാദ് റാത്തീബ് പാടില്ല. സുബ്ഹി നിസ്കാരത്തിലെ രണ്ടാമത്തെ റക്അത്തിന്റെ ഇഅ്തിദാലിൽ ഖുനൂത്ത് പാടില്ല. 5 വഖത്ത് ഫർദ് നിസ്കാരത്തിന്റെ പിറകെയുള്ള ദുആക്ക് വലിയ ഇജാബത്തുണ്ടെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെങ്കിലും അങ്ങനെയുള്ള ഒരു ദുആ ജമാഅത്തായി പാടില്ല എന്ന് പറയുന്നു. ഈ ഉമ്മത്തുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. സുബ്ഹാനല്ലാഹ്. സ്വന്തമായി ഖുർആനിന് അർത്ഥം പറയുന്നു, സ്വന്തമായി ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കുന്നു. ഹദീസ് ഇമാമിയങ്ങൾ പറഞ്ഞു തന്ന, നമ്മുടെ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയും. എത്രമാത്രം സൂക്ഷ്മതയുള്ളവരാണ് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദാകുന്ന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ തങ്ങളുടെ ശിഷ്യൻ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഈ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ, അവരിൽ ഏതെങ്കിലും ഒരു മദ്ഹബിനെ തുടരാതെ നമുക്ക് ദുനിയാവിൽ മുസ്ലിമായി ജീവിക്കാൻ കഴിയൂല. ഈമാൻ ബാത്തിലായി പോകും. നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ ഈ കർണാടകത്തിലും കേരളത്തിലും തമിഴ്നാട്ടിന്റെ ചില ഭാഗങ്ങളിലൊക്കെ, കർണാടകത്തിന്റെ ചില ഭാഗങ്ങളിലും കേരളത്തിലും തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളിലൊക്കെ ഷാഫി മദ്ഹബാണ്. ബഹുഭൂരിപക്ഷം ഇന്ത്യയിൽ ഹനഫിയാക്കളാണ്. അതുപോലെ UAE-യിലല്ല ഹംബലി മദ്ഹബുകാർ, ഈജിപ്തില്, മലേഷ്യയില് അവിടൊക്കെ ഷാഫി മദ്ഹബുകാരാണ്. ആഫ്രിക്കൻ കൺട്രികളിലൊക്കെ മാലിക്കി മദ്ഹബാണ്. അങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ 4 മദ്ഹബിനെ സ്വീകരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ലോക മുസ്ലിമീങ്ങൾ. നമ്മൾ നിസ്കരിക്കുന്നത് ഷാഫി ഇമാം പറഞ്ഞതുപോലെയാണ്. നമ്മൾ നോമ്പ് പിടിക്കുന്നത് ഷാഫി ഇമാം പറഞ്ഞു തന്നതുപോലെയാണ്. ഹനഫിയാക്കൾ നിസ്കരിക്കുന്നത്, നോമ്പ് പിടിക്കുന്നത് ഹനഫി ഇമാം പറഞ്ഞു കൊടുത്തതുപോലെയാണ്. ഓരോ മദ്ഹബിന്റെ ആൾക്കാരും ആ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ എങ്ങനെയാണോ അവർക്ക് കാണിച്ചു കൊടുത്തത് പോലെ തന്നെ, അല്ലെങ്കിൽ പഴിച്ചു പോകും. നമ്മ നേരിട്ട് ഖുർആൻ നോക്കിയിട്ട് അർത്ഥം പറയാന്ന് നിന്നാല് പഴിച്ചു പോകും. ഈ ബത്തക്കണ്ണിലോടാക്കുന്ന ആൾ ഗോൾ കീപ്പർ നിന്നതുപോലെ ആയിപ്പോ. അതല്ല ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, എത്രമാത്രം സൂക്ഷ്മതയുള്ള മഹാനാണ് അഹ്മദ് ഇബ്നു ഹംബൽ. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അന്നത്തെ ഇസ്ഫഹാനിന്റെ ഖാദിയാൻ, ഇസ്ഫഹാൻ എന്നൊരു രാജ്യമല്ലേ, രാഷ്ട്ര ദേശമല്ലേ, അവിടുത്തെ ഖാദിയാൻ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. ഖാദിയായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ സ്വഭാവം എങ്ങനെയാണെന്നറിയോ? അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഖാദിയാറാണെങ്കിലും വാതിലിന്റെ ഈ ഉമ്മറപ്പടിന്റെ ദാരന്തണ്ടല്ല, അതിന് തല വെച്ച് കിടക്കും. ഖാദിയാർ കിടക്കുന്നത് ദാരന്തത്തേക്ക് തല വെച്ച്. എന്തേ കാരണം? ഖാദിയായതുകൊണ്ട് പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമല്ലോ. ആ വന്നപ്പോ ഞാൻ അവരുടെ ആവശ്യം നിറവേറ്റാതെ നല്ല റാഹത്തിൽ കിടന്നുറങ്ങിയെങ്കിൽ നാളെ അല്ലാഹുവിന്റെ മഹ്ശറിൽ അല്ലാഹു എന്നോട് ചോദിച്ചാൽ, ഖാദിയായി അധികാരം ഏറ്റെടുക്കുകയും ജനങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ നിങ്ങളെ കൊണ്ട് കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണത് നിങ്ങൾ ഏറ്റെടുത്തത്? ഞാൻ കുടുങ്ങിപ്പോകൂലേ എന്ന് പേടിയാണ് ആ മഹാൻ. പല കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഖാദിയാക്കുന്നതിന് വേണ്ടി നാട് വിട്ടവരുണ്ട്. ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു സഈദ് അൽ-സൗരി റളിയല്ലാഹു അൻഹു, മുഹദ്ദിസുദ് ദുനിയ, വലിയ പണ്ഡിതനാണ്, ലോകമറിയപ്പെടുന്ന ഹദീസ് പണ്ഡിതനാണ് സുഫിയാൻ അൽ-സൗരി റളിയല്ലാഹു അൻഹു. മൂപ്പർ ഖാദിയാക്കുമ്പോൾ അബൂ ജഅഫറുൽ മൻസൂർ എന്ന് പറയുന്ന ഭരണാധികാരി ഖാദിയാകാൻ നിർബന്ധിച്ചപ്പോൾ പാതിരാത്രിക്ക് നാട് വിട്ടു. എത്ര വലിയ ആലിമാണ്, ആ നാട്ടിൽ അറിയപ്പെടുന്ന ആലിം. നാട് വിട്ടിട്ടാകുമ്പോ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ ഞാൻ ഒരു സുപ്രഭാതത്തിൽ നാട് വിട്ട് അഷ്ഫാഖ് ഇതിനെ കാണുന്നില്ല എന്ന് വാട്സപ്പിൽ വന്നെന്ന് വിചാരിച്ചു, എന്താവും? ഇപ്പൊ പലപ്പോഴും കാണുന്നില്ല. ഇന്ന് മുത്താലിം ഇന്നടുത്ത് വന്നിട്ടുണ്ട് പരിപാടിക്ക്, അതിന്റെ ശേഷം കണ്ടിട്ടില്ല, കണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക. സുബ്ഹാനല്ലാഹ്, അയാൾ വന്നിട്ട് കിട്ടിയിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. വാട്സപ്പിൽ ഇങ്ങനെ പോയിക്കോട്ടെ. അയാൾ പുരക്കെത്തിയിട്ട് വീണ്ടും ദർസിലേക്ക് പോയിട്ട് തഫ്സീറൊക്കെ ഓതാൻ തുടങ്ങിയില്ല. വാട്സപ്പിൽ പോയിക്കൊണ്ടേ ഉണ്ട്, ഈ നമ്പറിലേക്ക് വിളിക്കുന്നു. ഇയാളെ കാണുമ്പോ ഒക്കെ പഠിച്ചവൻ ആ നമ്പർക്ക് വിളിക്കുന്നു.
ലാസ്റ്റ് ആ നമ്പർ ബ്ലോക്ക് ആക്കേണ്ടി വരുന്നൊരു ഗതികേട്. അറിയപ്പെടുന്ന ഒരു ആലിം നാട് വിട്ടെങ്കിൽ നമ്മുടെ കാലത്ത് തന്നെ ആലോചിച്ച് നോക്കും. നമ്മൾ ഏറ്റവും അംഗീകരിക്കുന്ന വലിയൊരു ആലിം, അയാളെ കാണുന്നില്ല, എന്തേ? നാട് വിട്ടോടി. അയാൾ റായപുത്രവുല എന്താവും? ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു നാട് വിട്ടു. എന്തിനാ നാട് വിട്ടത്? ഖലീഫ അബൂ ജഅഫർ അൽ മൻസൂർ ഖാദിയാകാൻ വേണ്ടി നിർബന്ധിച്ചപ്പോൾ പേടിച്ചിട്ട് നാട് വിട്ടു. സുബ്ഹാനല്ലാഹ്. നാട് വിട്ടിട്ട് വലിയ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. നാട് വിട്ടിട്ട് അയാൾ ഇങ്ങനെ ഓടി 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 യമനിൽ നിന്ന് ഓടിയതാണ്, കൂഫയിൽ നിന്ന് ഓടിയിട്ട് അവസാനം അയാൾ ചെലവിന് പൈസയില്ല, ഒരു തോട്ടത്തിൽ പണിയെടുക്കാൻ നിന്നു. ഒരു തോട്ടത്തിൽ പണിയെടുക്കാൻ കൂലി പണിക്ക് നിന്നു. എന്തേ? ചെലവിന് പൈസ വേണ്ടേ? കഴിക്കണ്ടേ? ആഹാരം കഴിക്കണ്ടേ? അപ്പൊ കുറെ ദിവസമായി തോട്ടത്തിൽ പണിയെടുക്കുന്നു, കുറെ മാസമായി. അപ്പൊ ആ തോട്ടക്കാരൻ ഒരു ദിവസം നല്ല മധുരമുള്ള ഫലം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മധുരമുള്ള പഴയത് അറിയുന്നില്ല. അപ്പൊ സുബ്ഹാനല്ലാഹ്, ഇത്ര സമയം തോട്ടത്തിൽ പണിയെടുത്തിട്ട് മധുരമുള്ളത് ഏത് നിനക്കറിയുന്നില്ലേ? അപ്പൊ പറഞ്ഞു, എന്നെ തോട്ടം കാക്കാനും തോട്ടത്തിലേക്ക് വെള്ളം ഒഴിക്കാനും നോക്കാൻ വേണ്ടി പരിപാലിക്കാൻ വേണ്ടി മാത്രം ഏൽപ്പിച്ചതാണ്. തിന്നാനുള്ള അവകാശം നിങ്ങൾ എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ഒരൊറ്റ പഴം ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ല. എന്തൊരു സൂക്ഷ്മത നിങ്ങൾ നോക്ക് നമ്മുടെ മുൻഗാമികൾ. ഞമ്മാണെങ്കിൽ റേഷൻ കടയിൽ പോയെങ്കിൽ, സാധനം വാങ്ങാൻ പോയെങ്കിൽ ആദ്യം ഒരു ചാക്കിൽ അരി എടുത്തിട്ട് കുറച്ച് വായിക്കിടും, എന്നിട്ട് ബാക്കി കഥ അല്ലേ? മീൻ മേങ്ങാൻ പോയെങ്കിൽ 1 കിലോ മത്തി മേങ്ങി അല്ലെങ്കിൽ അയില മേങ്ങ, എന്നിട്ട് തൂക്കിയിട്ടല്ല തന്ന് പൈസ കൊടുത്ത് എല്ലാം ശരിയായി. എന്നിട്ട് ഒരു അയില ഞമ്മന്റെ അടുത്ത് തൊട്ടേക്കിടുന്ന അയക്കട്ടെ എന്താന്നില്ല. എങ്ങനെയുണ്ട് നമ്മുടെ കച്ചവടം? യഥാർത്ഥത്തിൽ 1 കിലോ അയിലക്ക് നീ പൈസ കൊടുത്തത് അതിൽ 1 കിലോ 100 ഉണ്ടാവും, അല്ലെങ്കിൽ 1 കിലോ 70 ഗ്രാം ഉണ്ടാവും. ആ 70 ഗ്രാം പൊരുത്തപ്പെട്ടോ എന്ന് നിങ്ങൾ ചോദിക്കണ്ടേ? അല്ലെങ്കിൽ അതിന്റെ പൈസ കൊടുക്കണ്ടേ? അയാൾ പൊരുത്തപ്പെട്ടിട്ട് തന്നെ തരുന്നതെങ്കിലും നിങ്ങൾ ഉറപ്പിക്കണ്ടേ അയാൾ പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന്. അതല്ലേ ഈമാൻ? ചിന്തിച്ചു നോക്ക്. ഹലാലല്ലാത്തത് എന്തെങ്കിലും ഒന്ന് വയറ്റേക്ക് കടന്നെങ്കിൽ ഇബാദത്ത് ശരിയാവും. ഹലാലല്ലാത്ത എന്തെങ്കിലും ഒരു അംശം, ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, പ്രഗൽഭനായ സ്വഹാബിയാണ്, അശറത്തുൽ മുബശ്ശിർ, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയപ്പെട്ട 10 സ്വഹാബത്തിൽ ഒരാളാണ്. ആ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഈ സഅദ് എത്ര ദുആ ചെയ്തിട്ട് പോലും എന്റെ നബിയെ ഉത്തരം ലഭിക്കാത്തത്? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു അത്രേ, സഅദേ, ഒരു പിടി ഭക്ഷണം, ഒരു ദിവസത്തിന്റെ ഭക്ഷണം എന്നല്ല, ഒരു നേരത്തിന്റെ ഭക്ഷണം എന്നല്ല, ഒരൊറ്റ പിടി ഭക്ഷണം ഒരു പ്രാവശ്യം കൈയിട്ട് വാറുമ്പോൾ എത്രയാണോ നിന്റെ കയ്യിൽ പിടിക്കുന്നത്, ആ ഭക്ഷണം ഹലാലല്ലാത്തതെങ്കാലും പള്ളയിലേക്ക് കടന്നാൽ പിന്നെ 40 ദിവസം ഇബാദത്ത് ചെയ്തിട്ട് കാര്യമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ ശേഷം ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മദീനത്ത് ഉണങ്ങിയ ഒരു ഈത്തപ്പഴം കഴിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഹലാലാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടല്ലാതെ ഒരു കാരക്കയോ ഒരു ഗ്ലാസ് പച്ചവെള്ളമോ കുടിക്കാറില്ല. അങ്ങനെ ഹലാല് മാത്രം കഴിക്കുന്ന സ്വഭാവം സഅദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ നിർബന്ധമാക്കിയപ്പോൾ പിന്നെ ദുആക്ക് ഇജാബത്ത് ലഭിച്ചു. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ മശഹൂറായി പോയി സഅദിന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. പല സ്വഹാബത്തും പോയി ആവശ്യപ്പെടുകയാ, സഅദ് തങ്ങളെ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ, എന്റെ ആഖിബത്ത് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണേ, എന്റെ ഇന്ന കാര്യം ഖൈറിലാവാൻ വേണ്ടി ദുആ ചെയ്യണേ. എന്റെ ഈമാനുള്ളവരെ, ശരീരത്തിലേക്ക് കടക്കുന്നത് അല്ലാഹു പൊറുത്തപ്പെട്ട ഹലാലായ ഭക്ഷണം മാത്രമാണ്. ഇന്ന് എത്ര പേരാ നമ്മളിൽ അതിനെ സൂക്ഷിക്കുന്നവരുണ്ട്. ലൈവുള്ളത് കൊണ്ട് പല നാട്ടിലേക്കും എത്തുന്നത് കൊണ്ട് ഞാൻ പലയിടത്തും പറഞ്ഞ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചോട്ടെ. സുബ്ഹാനല്ലാഹ്, ഇന്ന് നമ്മൾ അറുത്ത ഒരു മൃഗത്തിനെ നമ്മൾ കഴിക്കാറുണ്ടല്ലോ, കോഴി കഴിക്കാറുണ്ടല്ലോ. കോഴി അറുത്തതിന്റെ ശേഷമാണല്ലോ കഴിക്കുന്നത്. കോഴി ചത്താൽ
ഏതെങ്കിലും ഒരു ജീവി ചത്താൽ നമുക്കത് ഹലാലാകുമോ? മത്സ്യവും ജറാദും അല്ലാത്ത മറ്റ് ഏത് ജീവി ചത്താലും നമുക്കത് ഹലാലാവുകയില്ല. അതിനെ അറുത്തിട്ടല്ലാതെ കഴിക്കാവുന്നതല്ല. എന്നാൽ അറുക്കുന്നത് ആരാകണം? മുസ്ലിമേ. പഴയ കാലങ്ങളിൽ ആരാ നമുക്ക് കോഴിയറുത്ത് തന്നത്? എത്ര പള്ളിയിലെ മുഅദ്ദിനീങ്ങൾ, 5 വഖത്ത് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനീങ്ങൾ അവരുടെ മുമ്പിലേക്ക് പള്ളിയിലേക്ക് കോഴി കൊണ്ടുപോയ ഓർമ്മയുണ്ടല്ലോ. പഴയകാലത്ത് കോഴി അർപ്പിക്കാൻ വേണ്ടി പള്ളിക്ക് കൊണ്ടുപോകും. മുഅദ്ദിൻ അതാ നല്ല കത്തി കൊണ്ടുവന്ന് നല്ല മൂർച്ച കൂട്ടി വെള്ളം കുടിപ്പിച്ചു. ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്നു. കോഴിനെയും ഖിബ്ലയിലേക്ക് ചരിച്ചു. എന്നിട്ട് വേണ്ടതുപോലെ നന്നായി അറുക്കുന്നു. എന്നിട്ട് മെല്ലെ പെടക്കാൻ വേണ്ടി താഴെ വെച്ചു കൊടുക്കുന്നു. ചുമതിന്റെ ജീവൻ പോയതിന്റെ പിറകെ മെല്ലെ എടുത്തതാവണ്ട് കൂട്ടയിലേക്ക് തൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇന്നാരാ നമുക്ക് കോഴി അറുത്ത് തരുന്നത്? സുബ്ഹാനല്ലാഹ്, 10ാം ക്ലാസ്സിൽ 3 വട്ടം ഫെയിലായി. എക്സാം എഴുതി, ഒന്നും കാണുന്നില്ല, ഗുണ കിട്ടുന്നില്ല. ഉപ്പ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു റേഷൻ കടയിൽ നിർത്തി 2 മാസം കൊണ്ട് മതിയാക്കി. ഉപ്പ ഗാരേജിൽ കൊണ്ടുപോയി നിർത്തി. കൈയിന്റെ ഓയിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് അതും മതിയാക്കി. എന്നിട്ടത് 4ാമത്തെ മാസത്തിൽ കോഴി അറുക്കുന്നു. എങ്ങനെ അറുത്തത്? പിടിച്ചു ഒരു ബലി. ഇതിന്റെ ഏതെല്ലാം മുറിയുള്ളൂ നമുക്കറിയില്ല. കോഴിന്റെ ഏതെല്ലാം നരമ്പ് മുറിച്ചെങ്കിലാണ് ഇത് തിന്നാൻ ഹലാലാകുന്നത് ഓൻക്കറിയയില്ല. അങ്ങനെ പിടിച്ചു ഒറ്റ വലി. എന്നിട്ട് വലിച്ചിട്ട് എറിയൽ ബോലെറിയും പോലെ. പഴയകാലത്ത് നമ്മൾ അറുത്ത കോഴിനെ എങ്ങനെ വെച്ചത് കണ്ടത്? നന്നായി അറുത്ത കോഴിനെ പടക്കാൻ വേണ്ടി വെച്ചു കൊടുത്ത കോഴി ഇന്ന് അറുത്ത് എറിയൽ. അതിന്റെ ജീവൻ തേച്ചു പോകുന്നതിന് മുമ്പ് ആ സ്ഥലത്തിൽ നിന്നെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് വെക്കാൻ പറ്റുമോ? കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്താ പറഞ്ഞത്? ഒരു മൃഗത്തിനെ നിങ്ങൾ അറുത്താൽ അതിന്റെ ജീവൻ റൂഹ് പിരിയുന്നതിന് മുമ്പ് ആ സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് നീക്കാൻ പാടില്ല എന്നാ. സുബ്ഹാനല്ലാഹ്, അതിങ്ങനെ കാലിങ്ങനെ പടച്ചുകൊണ്ടുണ്ട്. ആ ഡ്രമ്മിൽ നിന്നെടുത്ത് വലിച്ച് മറ്റയിലേക്ക് ചാടി പീസാക്കുന്നിടത്തേക്ക്. ഈ ഒരൊറ്റ കാരണം മതിയാവില്ല. ഒരുപക്ഷെ ആ കോഴി നേരെ മരിച്ചതല്ല, ജീവൻ പോയതല്ല. അർത്ഥത്തിന്റെ കാരണത്തിൽ ജീവൻ പോയതല്ല. അത് ചത്തതെന്ന് വിചാരിച്ചു, അറവ് ശരിയായിട്ടില്ല എന്ന് വിചാരിച്ചു. നമ്മുടെ ആരെങ്കിലും നിസ്കാരം ശരിയാവും ഈ കോഴി കൂട്ടി? അതുകൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന പല പണ്ഡിതന്മാരും മംഗളത്തിന്റെ പുരക്കല്ല പോയെങ്കിലും കോഴി കൂട്ടുന്നില്ല, പേടിച്ചിട്ട്. അറവ് ശരിയായിട്ടുണ്ടാവൂല. അറിവ് ശരിയായിട്ടില്ല എന്നല്ല, ശരിയായിട്ടില്ലെങ്കിലോ ഒരു പക്ഷേ നമ്മൾ കുടുങ്ങിപ്പോകൂലേ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഖാദിയാണ്. അന്നത്തെ ഖാദിമാർ അല്ലാഹനെ പേടിച്ചവരാണ്. ഖാദിയാക്കുന്നതിന് വേണ്ടി നാട് വിട്ടവരുണ്ട്. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു അതാ തോട്ടം കാക്കുന്ന പണിക്കാരനായി ജോലിക്ക് നിന്നു. ഖാദിയാക്കുന്നതിന് വേണ്ടി നാട് വിട്ടതാണ്. തോട്ടത്തിന്റെ ഉടമസ്ഥൻ ചോദിച്ചു അത്രേ, ഇന്നേവരേക്കും ഒരൊറ്റ പഴം പോലും കഴിച്ചിട്ടില്ലാത്ത നിങ്ങള് സുഫിയാനു സൗരിന്റെ സ്വഭാവം പോലെയുണ്ടല്ലോ. സൗരിയാനിയാളെന്നറിയില്ല, ഖാദിയാക്കുന്നതിന് വേണ്ടി പേടിച്ച് നാട് വിട്ട് കുടുങ്ങിയതാണെന്നറിയില്ല. ആ തോട്ടത്തിന്റെ മുതലാളിക്ക് കേട്ടറിവുണ്ട്, സുഫിയാനു സൗരി വലിയ സൂക്ഷ്മതയുള്ള പണ്ഡിതനാണെന്ന്. നിങ്ങൾ അയാളെ പോലെയായല്ലോ. എന്നിട്ട് തോട്ടത്തിന്റെ ഉടമ നേരെ അവന്റെ കൂട്ടുകാരനെ ചങ്ങായിയുടെ അടുത്തേക്ക് പോയി കൊണ്ട് പറഞ്ഞു അത്രേ, എന്റെ തോട്ടത്തിൽ പണിയെടുക്കുന്ന നല്ല ഒരു മനുഷ്യനുണ്ട്, അയാളുടെ സംഭവം ഇങ്ങനെയാണ്. ആ കൂട്ടുകാരനും ചങ്ങായും പറഞ്ഞു അത്രേ. സുബ്ഹാനല്ലാഹ്, കേൾക്കുമ്പോൾ സുഫിയാനു സൗരിയെ പോലെയുണ്ടല്ലോ. അയാളുടെ വസ്ഫൊന്ന് പറഞ്ഞു തരാമോ? നിങ്ങളുടെ തോട്ടത്തിൽ പണിയെടുക്കുന്നവന്റെ എങ്ങനെയാണ് രൂപമെന്ന് പറഞ്ഞു തരാമോ? ഈ തോട്ടത്തിന്റെ ഉടമ എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റേ ചങ്ങായി പറഞ്ഞു, അത് മറ്റാരുമല്ല, സുഫിയാനു സൗരി തന്നെയാണ്. ഖലീഫ അബൂ ജഅഫറുൽ മൻസൂർ ഖാദിയാകാൻ വേണ്ടി പറഞ്ഞതിന് നാട് വിട്ടോടിയ മഹാനാണ്. അയാളെ പിടിച്ചു കൊടുത്താൽ, ഹയാത്തിൽ തന്നെ പിടിച്ചു കൊടുത്താൽ, അഥവാ അയാളെ കൊന്നിട്ട് മയ്യത്തിനെ കൊണ്ടുപോയി കൊടുത്താലും ഖലീഫ വേണ്ടത്ര പണം ഞങ്ങൾക്ക് തരും കേട്ടോ.
ഭരണാധികാരി അബൂ ജഅഫറുൽ മൻസൂർ പ്രഖ്യാപിച്ചിരുന്നു, ഞാൻ ഖാദിയാകാൻ വേണ്ടി പറഞ്ഞപ്പോൾ നാട് വിട്ടോടിയ സുഫിയാനു സൗരി അയാളെ ജീവനോടെയോ മരിച്ച നിലയിലോ എന്റെ മുമ്പിലേക്ക് ഒരാൾ കൊണ്ടുതന്നാൽ അവൻ ആവശ്യപ്പെടുന്ന പണം ഞാൻ തരികയാണ്. സുബ്ഹാനല്ലാഹ്. അതിന് വേണ്ടി തോട്ടത്തിന്റെ ഉടമയും മറ്റേ ചങ്ങായി രണ്ടാളും ഓടിപ്പോയി നോക്കുമ്പോൾ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെയുള്ള മഹാന്മാര് പഴയ കാലത്തുണ്ടായിരുന്നു. എന്നാൽ എന്റെ ഈമാനുള്ളവരെ, എന്തെങ്കിലും ഒരു അധികാരം കിട്ടുമ്പോൾ ദുനിയാവിലൊരു സ്ഥാനത്തിന് വേണ്ടി ഏതെല്ലാം നിലക്ക് നമ്മൾ മത്സരിക്കുന്നവരാണല്ലോ. ഈമാൻ പോലും പണയം വെക്കുന്നവരുണ്ടല്ലോ. ദുനിയാവിന്റെ സ്ഥാനത്തിന് വേണ്ടി, ദുനിയാവിന്റെ അധികാരത്തിന് വേണ്ടി ഈമാൻ പണയം വെക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് സുജൂദ് ചെയ്യേണ്ട മുസ്ലിം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പരിപാടിയിൽ പോലും ഏർപ്പെടാറുണ്ടല്ലോ. എന്റെ ഈമാനുള്ളവരെ, എത്ര ചെറിയ അധികാരമാണെങ്കിലും, എത്ര വലിയ അധികാരമാണെങ്കിലും അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ വിചാരണ ചെയ്യപ്പെടുമെന്ന ഓർമ്മയുണ്ടോ? ഒരു പള്ളിയുടെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് പോലും നീ അല്ലാഹുവിനെ ഭയക്കണേ. അവിടെയുള്ള ഉസ്താദന്മാരുടെ മുമ്പിൽ അധികാരം ചെലുത്താൻ വേണ്ടി നോക്കല്ല മുസ്ലിമേ. ഇന്ന് പല പള്ളികളിലും പ്രസിഡന്റ് ഉണ്ട്, ഇന്ന് പല പള്ളികളിലും സെക്രട്ടറിമാരുണ്ട്, ഇന്ന് പല പള്ളികളിലും മെമ്പർമാരുണ്ട്. പടച്ചവന് അഹങ്കാരികളാണ്. പഴയകാലത്ത് ഖതീബിനെ തെരഞ്ഞെടുത്തത് എങ്ങനെയെന്നറിയുമോ? പഴയകാലത്ത് മുദല്ലിസിനെ തെരഞ്ഞെടുത്തത് എങ്ങനെയെന്നറിയുമോ? പഴയകാലത്ത് 5 വഖത്തിലെ മിനാരങ്ങളിൽ ബാങ്കിന്റെ ശബ്ദം മുഴക്കാൻ വേണ്ടി ആ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനീങ്ങളെ തെരഞ്ഞെടുത്തത് എങ്ങനെയെന്നറിയുമോ? അതാ ഖാദിയാറിന്റെ അടുത്തേക്ക് പോയിരുന്നു കൊണ്ട്, അഥവാ വലിയ ഒരു മുദരിസിന്റെ അരികിലേക്ക് പോയി കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് പറ്റുന്ന ഒരു ഖതീബിനെ തരണമെന്ന് പറഞ്ഞപ്പോൾ ആ മുദരിസോ ഖാദിയോ ഒരാൾ ആ നാട്ടിലേക്ക് പറഞ്ഞേക്കുന്നതാ. പലയിടത്തും അങ്ങനെ തന്നെയാണ്. ഖതീബാക്കാൻ വേണ്ടി പലയിടത്തും നമ്മുടെ നാട്ടിലെ ദർസ് നടത്താൻ വേണ്ടി മുദരിസിനെ വേണമെന്ന് പറയുമ്പോൾ ഖാദിയാർ ഒരു മുദരിസിനെ അയക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇന്നെങ്ങനെയാ ഖതീബിനെ തെരഞ്ഞെടുക്കുന്നത്? ആദ്യമായി ഡിമാൻഡ് ഒരു ഫോട്ടോ അയക്കണം. പെണ്ണ് നോക്കുന്നത് പോലെ ഫോട്ടോ അയക്കണം. എന്നിട്ട് ഖുർആൻ ഓതി റെക്കോർഡാക്കിയിട്ട് അയക്കണം സെക്രട്ടറി കേൾക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. സെക്രട്ടറിക്ക് നേരെ ഫാത്തിഹ ഓതാൻ അറിയുമോ? സൂറത്തുൽ ഇഖ്ലാസിന്റെ തുടക്കം പോലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്നറിയില്ല. ഖുൽ ഹുവല്ലാഹു എന്ന് പറയുന്നവൻ പോലും അതാ ഒരു ആലിമിന്റെ ഖിറാഅത്ത് പരിശോധിക്കുന്നു. ഖുതുബയുടെ ശബ്ദം കേട്ട് ഖതീബ് വേണ്ട എന്ന് പറയുന്നു. ബാങ്ക് വിളിയുടെ ശബ്ദത്തിന് മാത്രം വില കൽപ്പിച്ചുകൊണ്ട് മുഅദ്ദിനെ മാറ്റുന്നു. അല്ലാഹുവിന്റെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നവരെ, അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നവരെ, ഈ നാട്ടിലുള്ള 100 കണക്കിലുള്ള ചെറിയ ചെറിയ കുട്ടികൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നവരെ, സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഒഴിവാക്കാൻ വേണ്ടി മാത്രം പള്ളി കമ്മിറ്റിയിൽ വന്ന് കൂടുന്നവരെ, ബഹുമാനപ്പെട്ട സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ നിങ്ങൾക്കറിയുമോ? ആരാണ് ഖത്താബിന്റെ മകൻ എന്നറിയോ? മാ ഫിസ് സമാഇ മലകുൻ ഇല്ലാ വഹുവ യൂഖിറു ഉമറ ലൗ കാന ബഅദി നബിയ്യു ലകാന ഉമറു നബിയ്യാ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാ, എനിക്ക് ശേഷം അല്ലാഹു ഒരാളെ പ്രവാചകനാക്കുകയാണെങ്കിൽ, എനിക്ക് ശേഷം അല്ലാഹു ഒരാളെ നബിയായി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ നബി ഖത്താബിന്റെ മകൻ ഉമറാകും സ്വഹാബ. പക്ഷെ ഞാൻ അവസാനത്തെ പ്രവാചകനായതുകൊണ്ട്, ഞാൻ അല്ലാഹുവിന്റെ അവസാനത്തെ പ്രവാചകനായതുകൊണ്ട് ഖത്താബിന്റെ മകൻ ഉമറിനെ അല്ലാഹു നബിയാക്കൂല. പക്ഷെ ആ നാവിലൂടെ അല്ലാഹു ഹഖിനെ വെളിവാക്കുന്നതാണ്. ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാ, ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാ, സ്വഹാബ എന്നിൽ ഖിലാഫത്ത് എങ്കാലും ഏൽപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, എന്നിൽ ഖിലാഫത്ത് ഏൽപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, മദീനത്തെ ഭരണാധികാരിയായി ഖലീഫയായി തെരഞ്ഞെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ, ഈ മദീനത്തെ പള്ളിയിൽ 5 വഖത്തില്
ബാങ്ക് വിളിക്കാനുള്ള ജോലി ഞാൻ ഏറ്റെടുക്കുമായിരുന്നു. അത്രമാത്രം പോരിശയുള്ളതാണ്. അങ്ങനെയുള്ള മുഅദ്ദിനീങ്ങളെ മാറ്റുന്നവരുണ്ടല്ലോ, അവരവഹേളിക്കുന്നവരുണ്ടല്ലോ. പലപ്പോഴും പല പള്ളികളിൽ മുഅദ്ദിനിന്റെ മേലെ കൈവോങ്ങിയവരുണ്ട്. പല പള്ളിയിലെ പ്രസിഡന്റുമാര്, പല പള്ളിയിലെ സെക്രട്ടറിമാര്, പല പള്ളിയിലെ കമ്മിറ്റിയിൽപ്പെട്ടവര് അല്ലാഹുവിന്റെ പള്ളിയിൽ 5 വഖ്ത് മിനാരങ്ങളിൽ ബാങ്കിന്റെ ശബ്ദം മുഴക്കുന്ന മുഅദ്ദിനീങ്ങൾക്ക് നേരെ കൈ ചൂണ്ടിയവരുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്ത് അധികാരമാണ് മുസ്ലിമേ നിനക്കുള്ളത്? എന്ത് അധികാരമാണ് നിനക്കുള്ളത്? എന്നിട്ട് ഏതെങ്കിലും ഒരു ആലിമിനെ ആ പള്ളിയിൽ നിന്ന് പിരിച്ചു വിടുമ്പോൾ, ആചാര്യ നിങ്ങൾ ചെയ്തത് ശരിയായില്ല, തെറ്റായി പോയി, തമ്മാടിത്തരമായി പോയി എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് എന്തെന്നറിയോ? ഉസ്താദ്, കമ്മിറ്റി തീരുമാനമാണ്, വഹീന്റെ ഭാഗമാണെന്ന് പറയുന്നത് പോലെ അത് കമ്മിറ്റിയുടെ തീരുമാനമെന്ന് പറയുന്നവരുണ്ടല്ലോ. എന്റെ ഈമാനുള്ളവരെ ഹഖിന് എതിരായി, ഖൈറിന് എതിരായി, അല്ലാഹുവിന്റെ ഇൽമിന് എതിരായി എന്തെങ്കിലും ഒരു തോന്നിയാസം നിങ്ങൾ തീരുമാനിച്ചാൽ ആ തീരുമാനം മാറ്റാനാകൂലേ? ആ തീരുമാനം തിരുത്താൻ നിങ്ങളെ മനസ്സിലുള്ള കിബർ സമ്മതിക്കുന്നില്ലല്ലോ. എന്നാൽ നിങ്ങൾ കേൾക്കണോ? ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിൽ സ്വഹാബത്തിന്റെ കാലങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ആ പരീക്ഷണങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് സ്വഹാബത്തിന്റെ സ്ത്രീകളെ നല്ലോണം മഹർ ചോദിക്കാൻ തുടങ്ങി. നല്ലോണം മഹർ ചോദിക്കും സ്വഹാബത്തിന്റെ സ്ത്രീകൾ. ചെറിയ മഹറൊന്നുമല്ല, പല സ്വഹാബത്തിനും മഹർ കൊടുക്കാൻ കഴിയുന്നില്ല, പല സ്വഹാബത്തിനും മഹർ കൊടുക്കാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, അവസാനം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മഹറിന് പരിധി നിശ്ചയിച്ചു. ഈ മഹർ കൊടുക്കുന്നതും വാങ്ങുന്നതും ഒരു ലിമിറ്റുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 500 ദിർഹമിലേറെ ഒരൊറ്റ പെണ്ണുമക്കൾക്ക് മഹർ വാങ്ങിയിട്ടുമില്ല, ഒരൊറ്റ ഭാര്യമാർക്ക് മഹർ കൊടുത്തിട്ടുമില്ല. 11 ഭാര്യമാരില്ല ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക്. 11 ഭാര്യമാരില്ലേ? ആയിഷത്തും ഹഫ്സത്തും സൗദാ സഫിയ്യത്തും മൈമൂനത്തും റംലാ ഹിന്ദും വസൈനബുൻ കദാ ജുവൈരിയാ ലിൽമുഅ്മിനീന ഉമ്മഹാതും മർദിയാ അതാഹു ഇബ്രാഹീമ മിൻ സുർരിയാ വഉമ്മുഹു മാരിയത്തുൽ ഖിബ്തിയാ. 10 പ്ലസ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 11. ഈ 11 ഭാര്യമാർക്കും 500 ദിർഹമിലേറെ മഹർ കൊടുത്തിട്ടില്ല റസൂലുള്ളാഹി തങ്ങൾ. 4 പെണ്ണുമക്കൾ ഫാത്തിമ, റുഖയ്യ, ഉമ്മു കുൽസൂം, സൈനബ റളിയല്ലാഹു അൻഹ, അവർക്ക് 500 ദിർഹമിലേറെ മഹർ വാങ്ങിയിട്ടുമില്ല. ഇതേ കാരണം 500 ദിർഹം എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 കിലോ വെള്ളി. 1.5 കിലോ വെള്ളിയുടെ വാല്യൂ എത്രയാണോ അതിനേക്കാളും മേരെ മഹർ കൊടുക്കൽ കറാഹത്താണ്. പെണ്ണുങ്ങൾ മഹർ ചോദിക്കലും കറാഹത്താണ്. പെണ്ണുങ്ങൾ മഹർ ചോദിച്ചെങ്കിലെ ചോദിച്ചെത്ര കൊടുക്കണം, അല്ലെങ്കിൽ നിക്കാഹ് ശരിയാവൂല. നമ്മളെ ഭാഗ്യം, ഞങ്ങളുടെ നാട്ടിൽ പെണ്ണുങ്ങൾ മഹർ ചോദിക്കുന്നില്ല, കൊടുത്തത് വാങ്ങും അല്ലേ? ഗൾഫിലൊക്കെ ഡിമാൻഡ് വെക്കും, ബെൻസ് വാങ്ങിത്തരണം, അല്ലെങ്കിൽ പിന്നെ ലാൻഡ് ക്രൂസർ വാങ്ങിത്തരണം, വലിയ ഫ്ലാറ്റ് വാങ്ങിത്തരണം, എന്നാലേ എന്നെ നിക്കാഹ് കഴിക്കാൻ പറ്റുന്നു. മഹർ ഫ്ലാറ്റ് ആയിട്ട് വാങ്ങും. വലിയ വണ്ടി ചോദിക്കും, ലക്ഷക്കണക്കിനുള്ള ദിർഹമുകൾ ചോദിക്കും. നമ്മുടെ നാട്ടിൽ സുബ്ഹാനല്ലാഹ് നമ്മൾ ഇങ്ങോട്ട് ചോദിക്കൽ 5 ലക്ഷം തരണം. സ്ത്രീധനം അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. അതുകൊണ്ട് ഇനിയിപ്പോ ഏതെങ്കിലും പുത്തനാശയക്കാർ പറഞ്ഞതുപോലെ ഹറാം എന്ന് പറയാനും നിവൃത്തിയില്ല. ഹറാം എന്ന് അങ്ങനെ നമ്മൾ പറയും. ഇസ്ലാം നിഷിദ്ധമാക്കിയതല്ലാത്തൊരു കാര്യം നമുക്ക് ഹറാമാക്കാൻ അവകാശമുണ്ട്. പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, സ്ത്രീധനം വാങ്ങാൻ പാടില്ല. ഇരിക്കട്ടെ, ഏതായാലും ഈ മഹർ അധികം ചോദിച്ചിട്ടാകുമ്പോൾ സ്വഹാബത്തിന് ബുദ്ധിമുട്ടായി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയല്ലേ, പരിധി നിശ്ചയിച്ചു. മഹർ കൂടുതൽ വാങ്ങിയാൽ ആ കൂടുതൽ വാങ്ങിയതിനെ ഞാൻ ജപ്തി ചെയ്തിട്ട് ബൈത്തുൽ മാലിലേക്ക് വെക്കും.
സുബ്ഹാനല്ലാഹ്, ആരും മുണ്ടിയില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനമല്ലേ. പക്ഷെ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? എന്താ ആയത്ത്? നിങ്ങൾ എത്ര തന്നെ മഹർ കൊടുത്താലും എന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. അത് കുറച്ചും കൂടി വിശദീകരിക്കേണ്ടതാണ്, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പക്ഷെ അവിടെ മഹറിനെ പറ്റി പറയുമ്പോൾ അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ എത്ര തന്നെ മഹർ കൊടുത്താലും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മഹർ എത്ര തന്നെയും കൊടുക്കാൻ പറ്റും എന്നല്ലേ മനസ്സിലാകുന്നത്. അത് ഇത്രയെന്ന് ലിമിറ്റ് നിർണയിക്കാൻ നിങ്ങൾ ആരാണ് ഉമരേ? ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? ഞാനാണെങ്കിൽ പറയേ അന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ഖലീഫ തീരുമാനിച്ചിട്ടായി, കമ്മിറ്റി തീരുമാനം എന്ന് പറഞ്ഞതുപോലെ. ഏത് പൊട്ടത്തറവും ഏത് സഫാഹത്തും ഏത് ജഹാലത്തും തീരുമാനിച്ചാലും അത് കമ്മിറ്റി തീരുമാനം ഉസ്താദേ, അതിനെ തിരുത്താൻ പറ്റൂലേ? കമ്മിറ്റി തീരുമാനം ശരി, കമ്മിറ്റി തീരുമാനിച്ചു, ആ തീരുമാനം ശരിയല്ല എന്നപ്പോ തിരുത്താനുള്ളൊരു മനസ്സ് വേണ്ടേ? ജില്ലാ കോടതിയിൽ എന്തെങ്കിലും നമുക്ക് വിധി വന്നെങ്കിൽ ആ വിധി ചിലപ്പോൾ നമുക്ക് തൃപ്തിയല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അപ്പീലാക്കാനുള്ള പെർമിഷൻ ഉണ്ട്. ഹൈക്കോടതിയും വിധി പ്രഖ്യാപിച്ചു, നമുക്ക് തൃപ്തിയല്ല, സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള അവസരമുണ്ട്. അവിടൊന്നും ചിലപ്പോൾ തൂക്കുമരത്തിൽ കയറ്റു കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ തൂക്കിലേറ്റാൻ മരണദണ്ഡന നടപ്പിലാക്കാൻ വേണ്ടി വിധി വന്നാലും വീണ്ടും നമുക്ക് രാഷ്ട്രപതിയിലേക്ക് ഒരു അർജി എഴുതാനുള്ള അവസരം കൂടിയുണ്ട്. എന്നാൽ കമ്മിറ്റിന്റെ അടുത്ത് അതൊന്നുമില്ല, കമ്മിറ്റി തീരുമാനിച്ച കഴിഞ്ഞു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ നീട്ടുന്നില്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. 10 ദുആ ചെയ്ത് പോവാം ഇൻഷാ അല്ലാഹ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സ്വഹാബ, ഞാൻ മഹറിനൊരു പരിധി നിശ്ചയിച്ചു. ഒരു പ്രായമുള്ള സ്ത്രീ എന്നിലേക്ക് ചൂണ്ടിക്കാണിച്ചു, ഉമരെ, ഖുർആനിൽ എത്ര തന്നെ മഹർ കൊടുത്താലും എന്നുണ്ട്, അതുകൊണ്ട് മഹറിൽ പരിധി ഇത്രേ കൊടുക്കാവൂ എന്ന് നിർണയിക്കുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചു. ഉമർ വഴിച്ചുപോയി ഈ തീരുമാനത്തിൽ. ആ സ്ത്രീ എനിക്ക് ഹക്കിനെ ബോധ്യപ്പെടുത്തി തന്നു, അതുകൊണ്ട് മഹറിൽ ഞാൻ നിർണയിച്ച പരിധി ഞാൻ പിൻവലിക്കുന്നു. അതാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇതിന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തിലേക്ക് നോക്കി പറഞ്ഞു അത്രേ, യാ ഉമർ, കുല്ലുന്നാസി അഫ്ഖഹു മിൻക. ഉമരേ, എല്ലാവരും നിങ്ങളെക്കാളും വിവരമുള്ളവർ കേട്ടോ. ഉമരേ, നിങ്ങൾ എന്താണ്? എല്ലാ മദീനയിലുള്ള എല്ലാ സഹാബത്തും നിങ്ങളെക്കാളും വിവരമുള്ളവരാണെന്ന് ഉമർ സ്വന്തം ശരീരത്തിലേക്ക് നോക്കി പറഞ്ഞു റളിയല്ലാഹു അൻഹു. അതല്ലേ യഥാർത്ഥ ഭരണാധികാരി? അവർ പോലും അല്ലാഹുവിനെ പേടിച്ചിട്ടുണ്ട്, അവർ പോലും അല്ലാഹുവിനെ പേടിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മുൻഗാമികളിൽ മാതൃകമുണ്ട്. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ കാണിച്ചു തന്ന വഴി അതാണ് ഖുർആൻ പറഞ്ഞത്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു തന്ന വ്യക്തമായ പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാമിലൂടെ ജീവിച്ചു പോയ മുൻഗാമികളായ യഥാർത്ഥ മുഅ്മിനീങ്ങൾ, അവരുടെ പാദത്തിൽ നിന്ന് വ്യതിചലനം ഉണ്ടാവുകയും ആ മുഅ്മിനീങ്ങളുടെ വഴിയല്ലാത്തതിൽ നമ്മൾ സഞ്ചരിച്ചാൽ നുസ്ലിഹി ജഹന്നമ വസാഅത മസീറാ, ആ പരിശുദ്ധമായ യഥാർത്ഥ മുഅ്മിനീങ്ങൾ കടന്നുപോയ വഴിയിൽ നിന്ന് വ്യതിചലനം ഉണ്ടായാൽ പിന്നെ ഖുർആൻ അറിഞ്ഞിട്ടാണ് ഹദീസ് മനസ്സിലായിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ പോക്ക് അല്ലാഹുവിന്റെ ജഹന്നമായ നരകത്തിലേക്കാണ്. സുബ്ഹാന ത്വരീഖത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇന്നെത്രയോ മൊയ്ലാമാർ തന്നെ ത്വരീഖത്തിന്റെ പേരും പറഞ്ഞ് പഴിച്ചുപോയവർ ഉണ്ട്, സുന്നത്ത് ജമാഅത്തിന് എതിരായവർ ഉണ്ട്. നേരത്തെ സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തിച്ചിരുന്നവര്, നേരത്തെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവര്, ഇന്ന് ത്വരീഖത്തിന്റെ പേര് പറഞ്ഞ് പലരും പഴച്ചു പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹു, നമ്മളെ കാത്തു സലാമത്താക്കട്ടെ. എന്താണ് ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ? എന്താണ് എന്റെ ഈമാനുള്ളവരെ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ? ഫശരീഅത്തുൻ അഖദും ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹ്യി ജലാ വത്വരീഖത്തുൻ അഖദും ബിഅഹ്വത കൽവറ വഅസീമത്തുൻ കറിയാദത്തിൻ മുതബത്തലാ وكذا الطريقة والحقيقة يا أخي من غير فعل شريعة لن تحصلا. ശരീഅത്തിനോട് എതിരാകുന്ന ഒരു ത്വരീഖത്തും ഇല്ല.
ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അത് വലിയ കടലാണ്. ആ കടലിൽ നീന്തണമെങ്കിൽ നമുക്ക് നീന്താൻ കഴിയോ? കടലിൽ പോയിട്ട് കപ്പൽ വേണം. ആ കപ്പലാണ് പരിശുദ്ധമായ ശരീഅത്ത്. ശരീഅത്താകുന്ന കപ്പലിൽ കടലിലേക്ക് ഇറങ്ങിയാൽ ആ കടലിന്റെ ആഴത്തുള്ള മുത്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇത് ഏതോ ഒരാളുടെ പ്രസംഗം കേട്ട് ത്വരീഖത്തിൽ കൂടി ഒരു ശൈഖിന്റെ വഅദ് കേട്ടിട്ട് വന്ന് ത്വരീഖത്ത് വേറെ ശരീഅത്ത് വേറെ. നമുക്ക് ശരീഅത്തിൻ്റെത് ബാധകല്ല, നിസ്കാരമൊന്നും ബാധകല്ല. നിസ്കാരം ഇല്ലാത്തൊരു ത്വരീഖത്തുണ്ട്, നിസ്കാരമില്ലാത്തൊരു ത്വരീഖത്തുണ്ട്. നിസ്കരിക്കാൻ നിസ്കരിക്കണമെന്നില്ല, അള്ളാനെ ഓർത്താൽ മതി, ദിക്ർ ചൊല്ലിയാൽ മതി. അങ്ങനത്തെ ഒരു ത്വരീഖത്തിൽ കൂടിയെങ്കിൽ എന്തായി പോകും? നിസ്കാരമില്ലാത്തൊരു ത്വരീഖ ദീനുണ്ടോ? നിസ്കാരം നിലനിർത്തിയിട്ടല്ലാത്ത ഒരു പരിപാടിയുണ്ട്? അള്ളാഹു യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മളെ പെടുത്തട്ടെ, യഥാർത്ഥ സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. അള്ളാഹു ഈ പറഞ്ഞതിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ, ആലിമീങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവർ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വെച്ച 1-2 സംഗതികളൊക്കെ ബാക്കിയുണ്ട്, പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴെങ്കിലും നമുക്ക് കണ്ടുമുട്ടാനുള്ള ഒരു അവസരമുണ്ടെങ്കിൽ ഞാനത് ഓർത്തുകൊണ്ട് ഞാനത് പറഞ്ഞു പൂർത്തീകരിക്കാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ അള്ളാഹു നാഫിയായ ഇൽമ നൽകട്ടെ. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, അള്ളാഹു അവർക്കൊക്കെ നാഫിയായ ഇൽമ കൊടുക്കട്ടെ. ഈ പരിശുദ്ധമായ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ ഖാലിസായ തരത്തിൽ ഇഖ്ലാസോടെ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ സേവനം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവരെ വളർത്തുന്ന, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, അവരെ സഹായിക്കുന്ന ഈ നാട്ടുകാർക്ക് അള്ളാഹു ഖിയാമത്ത് നാൾ വരേക്കും ഈ നാട്ടിൽ ഐശ്വര്യം അള്ളാഹു നിലനിർത്തി തരട്ടെ. ഈ നാട്ടിലേക്ക് അള്ളാഹു മുസീബത്തുകളെ ഇല്ലാതെയാക്കട്ടെ. മുസീബത്തുകളിൽ നിന്ന് ഈ നാട്ടുകാരെയും എല്ലാ കുടുംബക്കാരെയും അള്ളാഹു കാത്തു സലാമത്താക്കട്ടെ ഇൻഷാ അല്ലാഹ്.